ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഏത് സമയവും ഏത് പ്രശ്നത്തിന്റെ നടുവിലും എന്ത് പ്രതികൂലത്തിന്റെ നടുവിലും സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നവർ, ദൈവത്തെ സ്തുതിക്കുന്നതിൽ മടി കാണിക്കാതെ സന്തോഷിച്ചിരിക്കുന്നവർ ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തി, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, സൂമിലൂടെ നമ്മുടെ സഭയിലുള്ള ഓരോരുത്തരും, ഇത് ഫേസ്ബുക്കിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സകലരും ഒരിക്കൽ കൂടെ കരത്തെ ഉയർത്തി ഹല്ലേലൂയ. ഇന്ന് ദൈവാത്മാവ് ശക്തമായ ഒരു വചനം ഇടപെടാൻ പോകുകയാണ്. വലിയൊരു ദൈവദൂത ഇടപെടാൻ പോവുകയാണ്. ആരും ഹല്ലേലൂയ കണ്ടുകൊണ്ടിരിക്കുന്ന ആരും പകുതി വെച്ച് പോകരുത്. ഇന്ന് പലരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന ദിവസമാണ്. പലരുടെയും ജീവിതത്തിൽ ഒരു ഫുൾനെസ് കൊണ്ടുവരുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. നമുക്ക് അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഒരു വാക്യം വായിക്കാം. 1 തെസ്സലോനിക്കർ 2:11. 1 തെസ്സലോനിക്കർ 2:11. ഇംഗ്ലീഷിലാണെങ്കിൽ ആ വാക്യം 12-ലാണ്. മലയാളം ബൈബിളാണ് നോക്കുന്നെങ്കിൽ 1 തെസ്സലോനിക്കർ 2:11 വായിച്ചാട്ടെ. വേഗത്തിൽ ഒരാൾ വായിച്ചാട്ടെ. തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. തന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന് നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടക്കുവാൻ തക്കവണ്ണം. ദൈവത്തിന് യോഗ്യമാകുന്ന രീതിയിൽ നടക്കുവാൻ. ഹല്ലേലൂയ. ആരോടാണ് പറയുന്നത്? ദൈവം തന്റെ രാജ്യത്തിനും മഹത്വത്തിനും വിളിക്കപ്പെട്ടവരോട് പറയുകയാണ്, അവൻ യോഗ്യമാകുന്ന രീതിയിൽ നടക്കണമെന്ന്. യേശു കർത്താവിന് യോഗ്യമാകുന്ന രീതിയിൽ നടക്കണമെന്ന്. ഹല്ലേലൂയ. ഇതൊരു മിനിസ്ട്രിയുടെ കാര്യമല്ല പറയുന്നത്, ഒരു പേഴ്സണൽ ലൈഫിന്റെ കാര്യമാണ് പറയുന്നത്. ദൈവത്തിന് യോഗ്യമാകുന്ന രീതിയിൽ നടക്കുവാൻ. ഹല്ലേലൂയ. ദൈവത്തിന് യോഗ്യമാകുന്ന രീതിയിൽ നമ്മളെ തന്റെ രാജ്യത്തിനും മഹത്വത്തിനും വിളിച്ചിരിക്കുന്ന ദൈവത്തിന് യോഗ്യമാകുന്ന രീതിയിൽ നടക്കുകയും. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നമ്മളെ യോഗ്യരാക്കി തീർക്കണമെങ്കിൽ അവനെ പോലെ, യേശു കർത്താവിനെ പോലെ യോഗ്യരായി തീരണം. എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കണമെങ്കിൽ അതിനൊരു യോഗ്യത നേടണം. ഇവിടെ പറയുന്ന യോഗ്യത ലോകപരമായിട്ടുള്ള യോഗ്യതയല്ല, ഡിഗ്രീസും എഡ്യൂക്കേഷനും ഒന്നുമല്ല പറയുന്നത്. ദൈവത്തിന് യോഗ്യമാകുന്ന ഒരു കാര്യം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ഹല്ലേലൂയ ശുശ്രൂഷ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുന്നവർ, ദൈവത്തിന്റെ മുമ്പിൽ യോഗ്യരായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഹല്ലേലൂയ വേണ്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം ജീവിതത്തിലുള്ളത് നിരപ്പിന്റെ, ഹല്ലേലൂയ, നിരപ്പിന്റെ ഒരു സ്വഭാവം. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ നിരപ്പിന്റെ ശുശ്രൂഷകൾ. വേർപിരിക്കുന്നതിന്റെ അല്ല, തമ്മി തല്ലുന്നതിന്റെ അല്ല, ഹല്ലേലൂയ, അസൂയ ജനിപ്പിക്കുന്നതിന്റെ അല്ല, ഹല്ലേലൂയ, നിരപ്പുണ്ടാക്കുന്നവർ. ദൈവത്തിന് യോഗ്യമാകുന്ന രീതിയിൽ നടക്കുകയും. എന്തിനാ? അവന്റെ രാജ്യത്തിനും മഹത്വത്തിനും നാം ഹല്ലേലൂയ യോഗ്യനായി തീരേണ്ടതിന്. അവനെ പോലെ നടക്കുകയും. ഹല്ലേലൂയ. കാരണം യേശു കർത്താവിന്റെ ജീവിതത്തെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് ക്ഷമയുടെ ജീവിതമാണ്, സമാധാനത്തിന്റെ ജീവിതമാണ്. അങ്ങനെയുള്ള ദൈവിക ശുശ്രൂഷകൾ ആഗ്രഹിക്കുന്നവരിൽ ദൈവം നോക്കുന്ന ഒരു ക്വാളിറ്റി, നിരപ്പുണ്ടാക്കുന്നവർ, നിരപ്പ് പ്രാപിക്കുന്നവർ. ഹല്ലേലൂയ. കാരണം അത് യേശു കർത്താവിന്റെ ക്വാളിറ്റിയാ.
അവന് യോഗ്യമാകുന്ന രീതിയിൽ നടക്കുവാൻ പറയുന്നെങ്കിൽ അതുപോലെ ആയിത്തീരുവാൻ. എങ്ങനെ ക്രൂശിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ആരൊക്കെയാണോ തന്നെ തുപ്പിയത്, ആരൊക്കെയാണോ തന്നെ മർദ്ദിച്ചത്, ആരൊക്കെയാണോ തന്നെ മേൽ കിരീടമണിഞ്ഞത്, ആരൊക്കെയാണോ തന്നെ ക്രൂശിക്കണമെന്ന് വിളിച്ചു പറഞ്ഞത്, അവർക്ക് വേണ്ടി അവസാന ശ്വാസം പോകുന്നതിന് മുമ്പ് തന്റെ പ്രാണനെ ദൈവത്തിന്റെ പിതാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നതിന് മുമ്പ് യേശു കർത്താവ് ക്രൂശിക്കണമെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ദൈവമേ എന്നെ പരിഹസിക്കുന്നവരെ നീ ശിക്ഷിക്കണമേ എന്ന്. യേശു കർത്താവ് അങ്ങനെ പറഞ്ഞ വ്യക്തിയല്ല. യേശു കർത്താവ് പറഞ്ഞില്ല, പിതാവേ നീ ഇറങ്ങി വന്ന് എന്നെ ക്രൂശിൽ നിറക്ക്, നിന്റെ എവരുടെ മുമ്പിൽ തെളിയിക്ക് ഞാൻ നിന്റെ പുത്രനാണെന്ന്. യേശു കർത്താവ് അങ്ങനെ പറഞ്ഞില്ല. യേശു കർത്താവ് പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഒരു നിരപ്പിന്റെ കാര്യം, ദൈവത്തോട് നിരപ്പിക്കുന്ന കാര്യം. യേശു കർത്താവ് എന്തിനാ ഭൂമിയിൽ വന്നത്? പാപത്താൽ നിറയപ്പെട്ട മാനവകുലം, ദൈവവുമായി ശത്രുത്വത്തിൽ ഇരിക്കുന്ന മാനവകുലത്തിനെ ദൈവവുമായി നിരപ്പിക്കുവാൻ. ഹല്ലേലൂയ. എന്തിനാ യേശു കർത്താവ് ഭൂമിയിൽ വന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള വേർപെട്ടിരിക്കുന്ന ശത്രുത്വത്തിലായിരിക്കുന്ന ആ റിലേഷനെ ഒന്ന് മാറ്റി ഒരു നിരപ്പുണ്ടാക്കുവാൻ. ഹല്ലേലൂയ. പാപങ്ങളെ മോചിച്ച് പാപത്തോടെ ഒരിക്കലും പിതാവിന്റെ അടുക്കൽ നിൽക്കാൻ ഒക്കത്തില്ല. ആ പാപത്തെ മായ്ച്ചു കളയാൻ മറ്റൊരാൾക്ക് കഴിയത്തില്ല. അതിനാ യേശു കർത്താവ് വന്നു. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതം മറ്റുള്ളവന്റെ പാപത്തെ കഴുകി കളയുന്നതാണോ വർദ്ധിപ്പിക്കുന്നതാണോ? അവന് യോഗ്യമായ വണ്ണം നടക്കുന്നവർ. ശുശ്രൂഷ നിൽക്കട്ടെ, ജീവിതത്തെ പരിശുദ്ധാത്മാവ് ശക്തമായി ഈ ദൂത് തന്നെ സംസാരിക്കണമെന്ന്. കാരണം അടുത്ത ഉണർവ് എന്ന് പറയുന്ന അന്ത്യനാളിലെ ഉണർവ് എന്ന് പറയുന്നത് അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. അതോടുകൂടെ വലിയൊരു കാര്യമുണ്ട്, നിരപ്പിന്റെ ശുശ്രൂഷ. ഹല്ലേലൂയ. കഴിഞ്ഞൊരു കാലഘട്ടം നോക്കിയാൽ ഹല്ലേലൂയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാം, എന്നാൽ നിരപ്പിന്റെ ശുശ്രൂഷ കാണുന്നില്ല. തമ്മിത്തല്ല്, സഭയ്ക്കകത്ത് പോലും തമ്മിത്തല്ല്, സ്ഥാനത്തിന് വേണ്ടി തമ്മിത്തല്ല്, ഈ സീറ്റ്, ഹല്ലേലൂയ, എലക്ഷൻ. ഹല്ലേലൂയ. ഇന്ന് അതുകൊണ്ട് തന്നെ സഭകളില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നിരപ്പിന്റെ ശുശ്രൂഷയാണ്. അന്ത്യനാളിൽ ഉണർവെന്ന് പറയുന്നത് നിരപ്പിന്റെയാണ്. അതിലേക്ക് വരാം. അങ്ങനെ തന്നെ വചനം എഴുതി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. വേഗത്തിൽ അടുത്തൊരു വാക്യം വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 5:17 മുതൽ 21 വരെ ഞാൻ തന്നെ വായിക്കാം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെ ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പൊ ഹല്ലേലൂയ, വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് പറയുക, ഹല്ലേലൂയ, എന്ത് ശുശ്രൂഷയാ തന്നിരിക്കുന്നത്? സകലരും പാപികളാ. ഹല്ലേലൂയ. ഒരുവൻ പോലും കൊള്ളാവുന്നവനില്ല. എന്നാൽ ക്രിസ്തുയേശു ഹല്ലേലൂയ തന്റെ മരണത്താൽ തന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ കഴുകി പിതാവുമായി നിരപ്പ് പ്രാപിപ്പിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഒരു ശുശ്രൂഷ നൽകിയത്, ഒരു നിരപ്പിന്റെ ശുശ്രൂഷ. ഹല്ലേലൂയ. ഒരു നിരപ്പിന്റെ ശുശ്രൂഷ. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ശിഷ്യന്മാർ നോക്കുമ്പോൾ യേശു കർത്താവ് വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നു. അവർ വിചാരിച്ചിട്ട് അത്രയും പറ്റുന്നില്ല. അവർ ഒന്ന് മനസ്സിലാക്കി, യേശു കർത്താവ് പ്രാർത്ഥിക്കും. ശിഷ്യന്മാർ ആവശ്യപ്പെട്ടു,
കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അതിന്റെ അവസാനം യേശു കർത്താവ് ഒരു കാര്യം മാത്രം എടുത്തു പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചാൽ. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷവും യേശു കർത്താവ് അത് റിപ്പീറ്റായി ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ കടക്കാരോട്. എവിടാന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 9 മുതൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവിൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടതയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ല. ആ പ്രാർത്ഥനയിൽ തന്നെ ഒരു വട്ടം പറഞ്ഞു. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയിൽ തന്നെ ഉണ്ട്. ആവശ്യമുള്ള ആഹാരവും സകലതും ദൈവം തരും. പക്ഷെ യേശു കർത്താവ് ഒന്ന് പറഞ്ഞു: നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇതുണ്ടായിരിക്കും. ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ കടങ്ങൾ ക്ഷമിക്കണമെങ്കിൽ നാം മറ്റൊരാളോട് ക്ഷമിക്കണം. പ്രാർത്ഥന കഴിഞ്ഞിട്ട് അതിന്റെ 14-ാം വാക്യവും 15-ാം വാക്യത്തിലും ഇങ്ങനെ യേശു കർത്താവ് മറ്റൊന്നിനെ കുറിച്ച് പറഞ്ഞില്ല. ഇവിടെ ഈ പ്രാർത്ഥനയിൽ പറഞ്ഞു ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നതിനെ, ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. ഭക്ഷണത്തെ, നമുക്ക് ആവശ്യമുള്ള ആഹാരത്തെ കുറിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. ദുഷ്ടതയിൽ നിന്നും ഹല്ലേലൂയ വിടുവിക്കുന്ന കാര്യം പറഞ്ഞു. ഇങ്ങനെ രാജ്യവും ശക്തി മഹത്വത്തെ കുറിച്ചും പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് യേശു കർത്താവ് ഇതിനെ ഒന്നും എടുത്തു പറയാതെ ഒരു വിഷയത്തെ മാത്രം റിപ്പീറ്റ് ചെയ്ത് പറയുക. കാരണം ഈ മേൽ പറഞ്ഞ സകലതും പ്രാപിക്കണമെങ്കിൽ ഇതൊന്ന് നിന്നിൽ നേരെയാകണം. എന്താണെന്നറിയുമോ? 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഒരു പ്രാവശ്യം പ്രാർത്ഥനയിൽ പറഞ്ഞതാണ്, പിന്നെ പറയുക: നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ഹല്ലേലൂയ. യേശു കർത്താവ് എന്തെല്ലാം കാര്യം ആ പ്രാർത്ഥനയിൽ പറഞ്ഞു. ദൈവരാജ്യം ഭൂമിയിലാക്കേണ്ട, ദൈവരാജ്യത്തിന്റെ പണിക്കാരാകണം എന്നതിനെ കുറിച്ച് പറഞ്ഞു. കാരണം അങ്ങയുടെ ഹിത സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലാകണം. അങ്ങയുടെ രാജ്യം വരണം. നിങ്ങൾക്ക് ആഹാരം ലഭിക്കണം. രാജ്യശക്തി മഹത്വം ഉണ്ടാകണം. പക്ഷേ ഇതെല്ലാം ലഭിക്കണമെങ്കിൽ ഈ കാര്യം നേരെയാകണം. യേശു കർത്താവ് മറ്റൊന്നും പറയാതെ ഇതിലേക്ക് വന്നു. എന്താ? ഹല്ലേലൂയ. നിനക്ക് ഇതെല്ലാം പ്രാപിക്കണമെങ്കിൽ ആദ്യം നിന്റെ കടങ്ങൾ ക്ഷമിക്കപ്പെടണം. നിന്റെ ജീവിതത്തിലെ കുറവുകൾ ദൈവം ക്ഷമിക്കണം. നിന്റെ ജീവിതത്തിലെ കുറവുകൾ ദൈവം ക്ഷമിക്കണമെങ്കിൽ ഹല്ലേലൂയ, നീ എത്ര ഹല്ലേലൂയ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല. നീ നിന്റെ കടക്കാരോട് ആദ്യം ക്ഷമിക്കണം. നിന്നോട് പാപം ചെയ്ത വ്യക്തിയോട് നീ ക്ഷമിക്കാതെ നിന്റെ കുറവുകളെ ദൈവം ക്ഷമിക്കത്തില്ല. നീ എത്ര നിലവിളിച്ചാലും. ഹല്ലേലൂയ. മക്കളെ, ഇത് അവസാന കാലഘട്ടമാണ്. ഇനി സമയമില്ല. ഹല്ലേലൂയ. ഇനി ജീവിതത്തിൽ വലിയ സമയം കാലമൊന്നും ഇല്ല. വലിയ സൗഭാഗ്യങ്ങൾ നേടാമെന്നൊന്നും ആരും വിചാരിക്കണ്ട. ഇപ്പൊ തന്നെ ആർക്കും ഒരു സ്ഥിതിയെ കുറിച്ച് പറയാൻ പറ്റുന്നില്ല. ഒരാൾക്ക് മറ്റൊരു രാജ്യത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. സഭകളിൽ ആളില്ല. ആർക്കും കൂടാൻ പറ്റുന്നില്ല. പിന്നെ എന്താ ഹല്ലേലൂയ നാം വലുതായി പിടിക്കുന്നത്? ഹല്ലേലൂയ. അന്ത്യനാളിൽ ഉണർവ്. ഹല്ലേലൂയ. അന്ത്യനാളിലെ ശുശ്രൂഷകരെ, ഹല്ലേലൂയ, ഉണർവിനായി ദൈവം തിരഞ്ഞെടുക്കുന്ന ശുശ്രൂഷകരിൽ ദൈവം കാണുന്ന ഫസ്റ്റ് ക്വാളിറ്റി, ഹല്ലേലൂയ, അവർ നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരാകണം. യേശുവിന്റെ ശിഷ്യന്മാർ ആരംഭിച്ചത് അതില്ല. എന്നാൽ അവരുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ എല്ലാം മാറി. ഇന്ന് സഭകൾ തമ്മിൽ തല്ല. എവിടെ നിരപ്പ്?
യേശു കർത്താവിന്റെ നാമം എടുക്കുന്നവൻ ഹല്ലേലൂയ, അവൻ ഏത് ഹല്ലേലൂയ മതത്തിലോ ഏത് ഗോത്രത്തിൽപ്പെട്ടവനോ ആകട്ടെ, ഹല്ലേലൂയ, അവനുമായി തമ്മിത്തല്ല, ബൈബിൾ എടുത്തു വെച്ച് തമ്മിലടിയ. എവിടാ യേശു കർത്താവിൽ ഉണ്ടായിരുന്ന ഈ നല്ല ഹല്ലേലൂയ സ്വഭാവം? ഹല്ലേലൂയ. ഞാൻ അങ്ങോട്ട് മുൻപോട്ട് പോകുമ്പോൾ അത് മനസ്സിലാകും, ഇത് എന്തിനാണ് ഇത്ര ശക്തമായി പറയുന്നത്, എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നന്മകൾ മുടങ്ങിയിരിക്കുന്നു എന്നതിനെ കുറിച്ച്. എന്തുകൊണ്ട് നാം വാഗ്ദത്തം ലഭിച്ചിട്ട് നമ്മുടെ ശുശ്രൂഷ വളരുന്നില്ല? എന്തുകൊണ്ട് വാഗ്ദത്തം ലഭിച്ചിട്ട് സഭകൾ വളരുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ജീവിതം നേരെയാകുന്നില്ല? കാരണം നിരപ്പ് പ്രാപിച്ചിട്ടില്ല. തിരുവചനത്തിൽ പറയുന്നു, കയ്പിന്റെ വേരുണ്ടെങ്കിൽ ഹല്ലേലൂയ അത് നിന്നെ നശിപ്പിക്കും, അത് കലക്കമുണ്ടാക്കും. ഒരു കയ്പിന്റെ വേര് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ തൊടുന്ന സകലത്തിൽ സംശയിക്കും, കലക്കമുണ്ടാകും. ദൈവിക വാഗ്ദത്തങ്ങളെ പോലും സംശയിക്കും. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞത് ഈ പ്രാർത്ഥന പഠിപ്പിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ ഇതൊന്നും ഉണ്ടാകണം. നിങ്ങൾ നിങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചാൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാൽ, ഇത് യേശു കർത്താവിന്റെ വാക്കുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞതാ, ഇതിനെ മാറ്റാനൊക്കത്തില്ല. ആരൊക്കെ എന്തൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞാലും, ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും, എത്ര വിശുദ്ധനാന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, ദൈവാത്മാവ് ശക്തമായി ആരോടൊക്കെ സംസാരിക്കുക. ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ ചാൻസ് ദൈവം പിന്നെ തരിക. നീ ആരെന്ന് പറഞ്ഞാലും, എത്ര വലിയ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാലും, എത്ര വലിയ പ്രവാചകൻ എന്ന് പറഞ്ഞാലും, എത്ര വലിയ പാസ്റ്റർ എന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, എത്ര വലിയ വിശുദ്ധൻ എന്ന് പറഞ്ഞാലും, വിശുദ്ധ എന്ന് പറഞ്ഞാലും, പാസ്റ്ററിന്റെ ഭാര്യ എന്ന് പറഞ്ഞാലും, ആരെന്ന് പറഞ്ഞാലും, നീ നിന്റെ കടക്കാരോട് ക്ഷമിച്ചില്ലെങ്കിൽ നിന്റെ കുറവുകളെ ദൈവം ക്ഷമിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവ് ആരെയൊക്കെ ഒന്ന് പണിയാൻ ആഗ്രഹിക്കുന്നു, ആരെയൊക്കെ ഒന്ന് മടക്കി വരുത്താൻ ആഗ്രഹിക്കുന്നു, ആരെയൊക്കെ ഹല്ലേലൂയ നന്മകളെ ഒന്ന് റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ആരുടെയൊക്കെ മുകളിലെ ശുശ്രൂഷകളെ ഒന്ന് ജ്വലിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാര്യം എന്തെന്നറിയാമോ? ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 18-ാം അധ്യായം എടുത്തേ. മത്തായിയുടെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 14 മുതൽ വായിച്ചാൽ ഇങ്ങനെയുണ്ട്. യേശു കർത്താവ് പറയുക, കാണാതായി പോയ ആടിനെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. ഇന്ന് ദൈവാത്മാവ് ഈ ദൂത് ശബ്ദമായി ഇവിടെ സംസാരിക്കുന്നതിന് കാരണം, നിങ്ങളുടെ ഇടയിൽ ഒരു ചെറിയവൻ പോലും നശിച്ചു പോകുന്നത് സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന് ഇഷ്ടമല്ല. പിന്നെ നശിച്ചു പോകാതിരിക്കുവാൻ എന്ത് ചെയ്യണം? അതിന്റെ താഴ്ത്ത വാക്യത്തിൽ 15 തൊട്ട് ഇങ്ങനെ പറയുന്നു. മത്തായിയുടെ സുവിശേഷം 18:15, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാക്കേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവരെ കൂട്ടാഞ്ഞാൽ സഭയോട് അറിയിക്കുക. സഭയെയും കൂട്ടാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് സംസാരിക്കുക. ഇന്ന് പലയിടത്തും നമുക്ക് ഇത് ഒക്കാത്തത്. ഹല്ലേലൂയ. അവനല്ലേ പിഴച്ചത്, അവൻ വന്ന് എന്നോട് ക്ഷമ പറയട്ടെ.
പക്ഷെ യേശു കർത്താവ് പറയുക, ഹല്ലേലൂയ, നീ ചെന്ന് അവനോട് സംസാരിക്കുക. ഒരു നല്ല ഇടയനെ കുറിച്ച് യേശു കർത്താവ് അവിടെ പറഞ്ഞു. എന്നിട്ടാ ഇതിലോട്ട് വരുന്നത്. കാണാതായി പോയ ഒരാടിന് വേണ്ടി 99 മാറ്റി നിർത്തിപ്പോയ ഒരു നല്ല ഇടയൻ. നല്ല ഇടയന്മാരാകാൻ, നല്ല ശുശ്രൂഷകരാകാൻ ആഗ്രഹിക്കുന്നവരെ ദൈവാത്മാവ് ചൂണ്ടിട്ട് ചോദിക്കുകയാ, ഹല്ലേലൂയ, നിന്നോട് ആരെങ്കിലും പിടിച്ചാൽ നീ അങ്ങോട്ട് പോയി ക്ഷമ ചോദിക്കുമോ? നീ അങ്ങോട്ട് പോയി മിണ്ടുമോ? നീ കുറവുകളെ ബോധിപ്പിച്ചു കൊടുക്കുമോ? അവൻ കേൾക്കാൻ 1-2 പേർ സാക്ഷ്യത്തോടെ സഭയോടെ ഇതെല്ലാം നോക്കിയിട്ട് വേണം. അവസാനമാണ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൂതൻ ആർക്കൊക്കെ സ്തോത്രം പറയാൻ പറ്റുന്നുണ്ട്? ഈ ദൂതൻ ആർക്കൊക്കെ ഹല്ലേലൂയ പറയാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു ജീവിതത്തെ ഹല്ലേലൂയ ദൈവാത്മാവ് ഒന്ന് പുതുക്കി പണിയാൻ പോകുകയാണ്. ഒന്ന് പുതുക്കി പണിയാൻ പോകുകയാണ്. ഇന്ന് പല കാര്യങ്ങളും നിരപ്പാകുന്നില്ല. നിരപ്പാകേണ്ട പലതും നിരപ്പാകുന്നില്ല. കാരണം ഞാനല്ലല്ലോ ചെയ്തത്, അവനല്ലേ തെറ്റ് ചെയ്തത്. അവൻ വരട്ടെ. അവളല്ലേ തെറ്റ് ചെയ്തത്, അവൾ വരട്ടെ. പക്ഷെ യേശു കർത്താവ് പറയുന്നതല്ല, നീ അങ്ങോട്ട് പോക. ഹല്ലേലൂയ. എന്തിനാ നീ അങ്ങോട്ട് പോകേണ്ടത്? നീ അങ്ങോട്ട് പോയി ക്ഷമ പറഞ്ഞാലേ ഹല്ലേലൂയ നിന്റെ മറ്റാരും അറിയാത്ത കുറവുകളുണ്ടല്ലോ, അത് ക്ഷമിക്കപ്പെടത്തുള്ളൂ. ആരും അറിയാത്ത നിന്റെ രഹസ്യ ജീവിതത്തിലെ കുറവുകളില്ലേ, പാപങ്ങളില്ലേ, അത് പിതാവായ ദൈവം ക്ഷമിക്കണമെങ്കിൽ നീ അങ്ങോട്ട് പോയി സംസാരിക്കുക, നീ അങ്ങോട്ട് പോയി ക്ഷമ ചോദിക്കുക. ഹല്ലേലൂയ. അവന് യോഗ്യമാകുന്ന രീതിയിൽ നടക്കുകയും, യേശു കർത്താവിന്റെ യോഗ്യത എന്തെന്നറിയാമോ? ഒരു കരുണ തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കുന്നത്, തന്റെ ശത്രുക്കളെ സ്നേഹിക്കുന്നത്. ആ യോഗ്യത ഹല്ലേലൂയ ഇന്ന് വിശ്വാസികൾ എന്ന് പേരെടുത്തവർക്ക്, അഭിഷക്തരെന്ന് പേരെടുത്തവർക്ക് ഇന്ന് അതുണ്ടോ? ഓ, ഈ സെക്കൻഡിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ജീവിതത്തിൽ ആരോടെങ്കിലും ക്ഷമിക്കാൻ ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ പോയി സംസാരിച്ചു. എന്തിനെന്നോ, അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ ജീവിതവും മെച്ചപ്പെടണമെങ്കിൽ, നമ്മുടെ നന്മകളും ഹല്ലേലൂയ ബ്ലോക്കേജ് മാറി ലഭിക്കണമെങ്കിൽ, നമ്മുടെ കുറവുകൾ ക്ഷമിക്കപ്പെടണമെങ്കിൽ, വേണ്ടുന്നത് രീതിയിൽ ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നത് തന്നെ പാപമാണ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മളെ എടുത്തു വെച്ച് നോക്കിയ എന്തെല്ലാം കുറവുകൾ പറയാനുണ്ട്. യേശു കർത്താവ് പറയും, ഇതെല്ലാം ക്ഷമിക്കപ്പെടണമെങ്കിൽ നീ പോയി നിരപ്പ് പ്രാപിക്കുന്നവനോട് നിരപ്പ് പ്രാപിക്കുക. അതിനെയാണ് യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ജനം വിളിച്ചു ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, മാനസാന്തരപ്പെടുകയും ഇന്നിട്ട് വന്ന സ്നാനമേക്ക്, അപ്പോഴേ പരിശുദ്ധാത്മാവെന്ന സ്ഥാനത്തെ ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് പറയാനുണ്ട്, ഹല്ലേലൂയ, ആ വാക്ക് കേട്ട ഉടനെ സ്വർഗത്തേക്ക് നോക്കി സകല കുറവുകളും ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, ദൈവം ക്ഷമിച്ചു, സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഹല്ലേലൂയ ഈ ദൂത് വിളിച്ചു പറയുക, ഹല്ലേലൂയ, നീ അങ്ങോട്ട് നോക്കി പറഞ്ഞതല്ല യേശു കർത്താവ് പറഞ്ഞത്. യേശു കർത്താവ് പറഞ്ഞ, നിനക്ക് മാനസാന്തരമുണ്ടായ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണമെങ്കിൽ നീ ആദ്യം നിന്റെ കടക്കാരോട് അടുത്തേക്ക് ചെല്ലുക. ഒരു നിമിഷം കൊണ്ട് ഒന്ന് ഓർത്തെടുക്കാൻ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നമ്മൾ ചെന്ന് മാപ്പ് ചോദിക്കേണ്ട, ക്ഷമ ചോദിക്കേണ്ട ആൾക്കാർ. ആ കയ്പിന്റെ വേരിന്ന് പൊട്ടണം. ആ കയ്പിന്റെ വേരിന്ന് പൊട്ടണം. കാലങ്ങളായുള്ള
നാളുകളായുള്ള കാരണം ഹല്ലേലൂയ ഇതെങ്ങും അധികമാരും പറയുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ യേശു കർത്താവ് തന്റെ വാഗോട് പറഞ്ഞത്, യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, അതിനോട് ചേർന്ന് പറഞ്ഞത്, രണ്ടാമത് ഹല്ലേലൂയ നല്ല ഇടയന്റെ ഗുണം പറഞ്ഞപ്പോൾ അതിനോട് ചേർത്ത് പറഞ്ഞത് അവിടെ കൊണ്ട് തീർന്നില്ല. ഹല്ലേലൂയ. ലേഖനങ്ങളിൽ പലയിടത്ത് ഹല്ലേലൂയ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. James chapter 5:16 ഒന്നെടുത്ത് വായിച്ചേ. യാക്കോബ് 5:16. യാക്കോബ് 5:16. അവിടെ ഇങ്ങനെ പറയുന്നു, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റ് പറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുകയും. ഹല്ലേലൂയ. നാരോടൊക്കെ ദൈവാത്മാവ് പറയാം, കാലങ്ങളായി നിന്റെ ശരീരത്തിൽ നിന്ന് മാറാതെ നിൽക്കുന്ന രോഗം മാറണമെങ്കിൽ നീ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറ. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നീ എന്റെ രോഗം മാറ്റണമേ. അവന്റെ രോഗം അവിടെ വെക്കുന്നല്ല. ഹല്ലേലൂയ. നീ അവന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നിന്റെ രോഗം സൗഖ്യമാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുകയും. അവനവന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്. എന്തുകൊണ്ടാ? ഹല്ലേലൂയ. കാലങ്ങളായി ഹല്ലേലൂയ കർത്താവേ ഈ രോഗം മാറണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അത് മാറാത്തെന്നറിയാമോ? ഹല്ലേലൂയ. എവിടൊക്കെയോ ഏറ്റു പറയേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വ്യക്തി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഓർത്തട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ ഒന്ന് ഓർത്തട്ടെ എന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഓ ഹല്ലേലൂയ, ദൈവാത്മാവ് എന്തെങ്കിലും നിയോഗം തന്നാൽ ഹല്ലേലൂയ നിന്റെ പ്രൈഡ് നോക്കി നിൽക്കരുത്, നിന്റെ ഈഗോ നോക്കി നിൽക്കരുത്. ഹല്ലേലൂയ. താഴെ താങ്ങാലേ വെക്കൂ. യേശു കർത്താവ് പിന്നെയും പഠിപ്പിച്ചു, നിങ്ങളിൽ ഒരുവൻ വലിയവനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ എല്ലാവർക്കും ദാസനാകട്ടെ. നീ കഴിഞ്ഞ കാലങ്ങളിൽ സ്വയം ശ്രമിച്ചിട്ട് എന്താ പറ്റാത്തത്? ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുമ്പിൽ നീ താണാൽ അവൻ നിന്നെ ഉയർത്തും. ദൈവസന്നിധിയിൽ നിന്ന് മാത്രമല്ല, നീ എല്ലാവർക്കും ദാസനായിരുന്നാൽ നിന്നെ എല്ലാവർക്കും മേലെ ഉയർത്തുമെന്നാണ്. യേശു കർത്താവ് ദാസനായി വന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ ശുശ്രൂഷ എന്നത് ഹല്ലേലൂയ ഞങ്ങൾ നിങ്ങൾക്ക് സേവകരായി വേലക്കാരായി നിൽക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് ശുശ്രൂഷകരായി നിൽക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ മേൽ കർത്തൃത്വം ചെയ്യാൻ വന്നവരല്ല, ഞങ്ങൾ ശുശ്രൂഷകരായി വന്നവരാ. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ അവരെ ഉയർത്തി. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ രോഗം മാറണമെങ്കിൽ, നിന്റെ കുറവുകൾ എന്നേക്കുമായി മായ്ക്കപ്പെട്ട് കിട്ടണമെങ്കിൽ, ഹല്ലേലൂയ, ഓ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ടാൽ സകല പാപങ്ങളും ശാപങ്ങളും നീങ്ങുമെന്ന് പറഞ്ഞിട്ടും ഇന്നും പലതും നിന്റെ ജീവിതത്തിൽ നിൽക്കുന്നത്, ഇന്നും പല കെട്ടുകളും പല ബന്ധനങ്ങളും മാറാതെ ഹല്ലേലൂയ പഴയ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെ ഈ ജീവിതത്തിലും ഹല്ലേലൂയ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വർഷങ്ങളായി ആത്മാവിൽ ആരാധിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞിട്ടും നിന്റെ ജീവിതത്തിൽ ആ ശാപങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ ഹല്ലേലൂയ നീ മനസ്സിലാക്കണം, ഹല്ലേലൂയ നീ എവിടോ ഏറ്റു പറയാനുണ്ട്, നീ ആരോടൊക്കെയോ ക്ഷമിക്കുവാനുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രായ വ്യത്യാസം നോക്കാതെ, പ്രശ്നത്തിന്റെ വലിപ്പം നോക്കാതെ നീ താഴാൻ ആഗ്രഹിച്ചാൽ നിന്റെ ജീവിതത്തിലെ സകല കുറവുകളെയും അവൻ എന്നേക്കുമായി തുടച്ചു കളയുമെന്ന്. ഓ ഹല്ലേലൂയ. നീ മറ്റുള്ളവനോട് ക്ഷമിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇന്നും നീയും ദൈവവും തമ്മിൽ നിരപ്പ് പ്രാപിച്ചിട്ടില്ലെന്ന്. ഹല്ലേലൂയ. അപ്പോസ്തലനെ നമ്മൾ ആദ്യം വായിച്ച വാക്യം എന്താ? ഹല്ലേലൂയ. നമ്മുടെ ദൈവമായവനെ ക്രിസ്തുയേശു മുഖാന്തരം ഹല്ലേലൂയ നമ്മുടെ പാപങ്ങളെ മാറ്റി അവനുമായി നിരപ്പാക്കിയിട്ട് നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകി. ഹല്ലേലൂയ. യേശു കർത്താവ് എന്താ പറഞ്ഞത്? പിതാവുമായി നിരപ്പ് പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു കർത്താവിന്റെ രക്തത്താൽ തന്നെയല്ല, യേശു കർത്താവിലൂടെ തന്നെയല്ല പിതാവുമായി നിരപ്പ്. അതേ യേശു കർത്താവ് പറഞ്ഞ എന്താ? നീ മറ്റുള്ളവനോട് ക്ഷമിച്ചാൽ നിന്റെ കുറവുകളെ പിതാവ് ക്ഷമിക്കും. നീ മറ്റുള്ളവനോട് ക്ഷമിച്ച് നീ നിന്റെ കുറവുകളെ ക്ഷമിക്കത്തില്ലെന്നാ. നീ ക്ഷമിച്ചാൽ നിന്റെ ശുശ്രൂഷ മാത്രമല്ല, നിന്റെ ഹല്ലേലൂയ രോഗത്തെ മാറ്റുവാൻ, നിന്റെ ജീവിതത്തെ മാറ്റുവാൻ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ക്ഷമിക്കുവാൻ എത്ര പേർ തയ്യാറുണ്ട്? ഓ ഇത് വലിയൊരു മർമ്മമാണ് യേശു കർത്താവ് പറഞ്ഞത്. ദൈവാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഞാൻ ക്ഷമിക്കാതൊന്നും ഇരുന്നിട്ടില്ല ആരോട്. എങ്കിലും ഒരിക്കൽ ഹല്ലേലൂയ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്റെ ഹൃദയത്തിൽ വലിയൊരു വിഷമം തോന്നി. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അവൻ വലിയ വിഷമത്തോടെ ഈ സ്റ്റേറ്റിൽ നിന്ന് പോയി എന്ന്. പണ്ട് ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് നടന്ന സമയത്ത് ഹല്ലേലൂയ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ജയ് ആന്റണി എന്ന ഹല്ലേലൂയ ഒരു തമിഴ് പേഴ്സണാണ്. മിക്കവാറും എന്നും നമ്മുടെ ലൈവ് കാണുന്നുണ്ട് അദ്ദേഹം. അത് ക്രിക്കറ്റിന്റെ അകത്ത് ഹല്ലേലൂയ കളിയുമായി റിലേറ്റഡ് ആയി ഹല്ലേലൂയ ഞങ്ങൾ തമ്മിൽ കുറച്ച് തർക്കമുണ്ടായി. ഹല്ലേലൂയ അങ്ങനെ അദ്ദേഹം ഇവിടെ നിന്ന് പോയ സമയത്ത് എന്നെ ഫേസ്ബുക്കിൽ നിന്ന് കൺഫ്രണ്ട് ചെയ്തു. നല്ല സുഖമല്ലാത്ത രീതിയിൽ ഇവിടെ നിന്ന് മൂവ് ചെയ്തു, ടെക്സാസിലേക്ക് പോയി. പക്ഷെ ദൈവാത്മാവിൽ വന്നപ്പോൾ ശുശ്രൂഷയിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ ദൈവാത്മാവ് എന്നെ അതെടുത്ത് കാണിച്ചു. എടുത്ത് കാണിച്ചിട്ട് എനിക്ക് വലിയ മടി. ദൈവമേ എന്താ ഞാൻ എങ്ങനെ പോയി എങ്ങനെ സംസാരിക്കും? കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തില്ല. എന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞതിന്റെ പേരിൽ തെറ്റിയത്. പക്ഷെ ദേഷ്യപ്പെട്ട് ഞാൻ സംസാരിച്ചു. വലിയ പിണക്കത്തോടെയാ പോയത്. ഞാൻ എങ്ങനെ സംസാരിക്കുമെന്ന് വിചാരിച്ചിരുന്നു. ആ ഇരുന്നതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് എന്ന് പറയുന്ന ആ വ്യക്തിയിൽ നിന്ന് എനിക്കൊരു ഇമെയിൽ വന്നു. എന്റെ മാരേജാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ഷെയർ ചെയ്ത് വന്നേരിക്കാം. ഞാൻ അന്നേരം തന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചു, എടുത്തില്ല. ഞാനൊരു ഇമെയിൽ അയച്ചു. ഞാൻ കാരണം നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമം വന്നു പോയി നീ എന്നോട് ക്ഷമിക്കണം, നീ ക്ഷമിച്ചെന്ന് പറയണം. എനിക്ക് റിപ്ലൈ അയച്ചു. എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോ അത് മാറി. എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, ഇപ്പോ അത് മാറി. അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സമാധാനം ഉണ്ടായി. കഴിഞ്ഞ 3-4 മാസമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഡെയിലി സംസാരിക്കും. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചു. മെയിലിലൂടെ അദ്ദേഹത്തെ സംസാരിച്ചത്. എന്നാൽ ഒരു 4 മാസത്തിന് മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ മെസ്സേജ് ഒക്കെ കേൾക്കാറുണ്ട്, എനിക്ക് വലിയ സന്തോഷമുണ്ട്. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, നീ പ്രാർത്ഥിക്കണം. ദൈവമക്കളെ ഹല്ലേലൂയ, നമ്മൾ ഒരിടത്ത് താഴുമ്പോൾ സംഭവിക്കുന്നത് നാം ഒരു ആത്മാവിനെ നേടുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നത്തിന്റെ മേൽ പ്രാർത്ഥിച്ചു. ദൈവം അതിൽ അത്ഭുതം പ്രവർത്തിച്ചു. അടുത്ത ദിവസം അദ്ദേഹത്തിന് സ്വന്തമായി ഇവിടെ IT കമ്പനിയെ കൊണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് എല്ലാം ടെക്സാസിലായപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു വിഷയം ദൈവം സോൾവ് ചെയ്ത് കൊടുത്തു. ദൈവാത്മാവാണ് ചെയ്തത്, അതിൽ നമുക്ക് എടുത്തില്ല. എങ്കിലും അതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയാക്കി. അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ചർച്ചിന്റെ വെബ്സൈറ്റ് ഞാൻ കണ്ടു.
അതത്ര ശരിയല്ല, അതത്ര പോരാ. നീ സമ്മതിക്കുമോ? ഞാനത് ഒരു 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 അപ്രീസിയേഷൻ പോലെ, നിങ്ങൾ ചെയ്യുന്ന മിനിസ്ട്രിക്ക് ഒരു അപ്രീസിയേഷൻ പോലെ ഞാൻ ആ നിങ്ങളുടെ വെബ്സൈറ്റ് എടുത്ത് ഞാനൊന്ന് ഡെവലപ്പ് ചെയ്ത് നല്ലതാക്കി തരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ചെയ്യാൻ പറഞ്ഞു. മെനങ്ങാന്ന് നമ്മുടെ പുതിയ വെബ്സൈറ്റ്, ചർച്ചിന്റെ വെബ്സൈറ്റ് നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ പുതിയ നല്ല ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ അദ്ദേഹം ചെയ്ത് അത് ഓൾറെഡി പ്രൊമോട്ട് ചെയ്തു കഴിഞ്ഞു, അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. പഴയ വെബ്സൈറ്റിൽ ഞങ്ങൾ തന്നെ ഇരുന്ന് ചെയ്ത് നമുക്ക് അത് അറിയത്തില്ല. അറിയാത്തതിൽ നിന്ന് യൂട്യൂബ് എല്ലാം കണ്ടുപഠിച്ച് ചെയ്ത. എന്നാൽ അദ്ദേഹം എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട. ഇതൊരു അപ്രിസിയേഷനാണ് നിങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ളത്. ദൈവത്തിന് പ്രവർത്തിക്കുക. ആ വ്യക്തിയുടെ ജീവിതത്തിൽ നന്മ കൊണ്ടുവന്നു, ദൈവസഭയ്ക്ക് നന്മ കൊണ്ടുവന്നു. 2-3 ആഴ്ചക്ക് മുമ്പ് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഫേസ്ബുക്കിലെല്ലാം ലൈവ് ചെയ്യുന്നത്, മെസ്സേജ് ചെയ്യുന്നത് ഞാൻ കണ്ടു. എന്നും ഒരേ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഒരു പുതിയ ടൈപ്പ് സ്ക്രീൻ ഉണ്ട്, അത് ഞാൻ ഓർഡർ ചെയ്ത് നിന്റെ വീട്ടിലേക്ക് അയക്കാം. അത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു സോഫ്റ്റ്വെയറും കൂടെ നിനക്ക് അയച്ചു തരാം. അതിട്ട് കഴിഞ്ഞാൽ വലിയ സ്ക്രീൻ പോലെ, TV ന്യൂസ് ഒക്കെ വായിക്കുന്ന സ്ക്രീൻ പോലെ ബാക്കിൽ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇട്ട് മെസ്സേജ് എടുക്കാം. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അയച്ചു തന്നു. ഞാൻ അത് ലഭിച്ചിട്ട കാര്യമല്ല. എവിടെയെങ്കിലും നമ്മളൊന്ന് താഴാൻ ശ്രമിച്ചാൽ എന്ന് ഞാൻ ഒരു കാര്യം പറയാം. അന്ന് തൊട്ട് എന്റെ ശുശ്രൂഷയിൽ ഞാൻ ഒരു മാറ്റം കണ്ടു. എന്റെ മിനിസ്ട്രിക്കകത്തൊരു വ്യത്യാസം ഞാൻ കണ്ടു. കാരണം നമ്മുടെ സഭയിലെ ഓരോ വ്യക്തിക്കും അറിയാം തുടക്കത്തിൽ എങ്ങനെയാണ്, ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശുശ്രൂഷകൾ പോകുന്നതെന്ന്. ഓരോ ഘട്ടം ഘട്ടമായി ദൈവാത്മാവ് ഡെവലപ്പ് ചെയ്തയാ, ഒറ്റയടിക്കൊന്നും ചെയ്തയല്ല. പക്ഷെ ഓരോ ഘട്ടത്തിലും ദൈവാത്മാവ് പറയുന്നതിനനുസരിച്ച്, ചെറിയതോ വലുതോ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ശക്തമായി പറയുക, നിന്റെ ജീവിതത്തിൽ ഒരു നിരപ്പുണ്ടാകണം. ഞാൻ എന്നോടും കൂടെയാ പറയുന്നത്. നമ്മുടെ സഭയിലുള്ളവർ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോടുമാ പറയുന്നത്. എന്തിനെന്നോ മറ്റുള്ളവൻ മാത്രമല്ല, നമ്മളും അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ട്. ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് യേശു കർത്താവ് പറഞ്ഞതല്ലേ? അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് ഒരു വചനവും കൂടെ എടുത്ത് എന്റെ കൂട്ടത്തിൽ പറയും, നിന്നെ ഉപദ്രവിക്കുന്നവന് ഒരു നേരം ആഹാരം കൊടുത്താൽ ദൈവം അവന്റെ തലയിൽ തീക്കനൽ കൂട്ടും. ഇത് ഹൃദയത്തിൽ വെച്ചല്ലേ പ്രാർത്ഥിക്കുന്നത്. അതല്ല യേശുവിന്റെ മാർഗം. അതല്ല യേശുവിന്റെ മാർഗം. നാം കർത്താവേ, അവരെന്നെ ഉപദ്രവിക്കുന്നു, എന്നെ വേദനപ്പെടുത്തുന്നു, നീ എന്നെ അവരെ താഴ്ത്തിട്ട് എന്നെ വലിയവനാക്ക്. ഇതല്ലേ നമ്മുടെ പ്രാർത്ഥന? വിശ്വാസികളുടെ പലരുടെയും പ്രാർത്ഥന ഇത് തന്നെ. പക്ഷെ യേശുവിന്റെ മാർഗം അതല്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പറയുക, ദൈവാത്മാവ് ശക്തമായി പറയുക, യേശുവിന്റെ മിനിസ്ട്രി അതല്ല. യേശു കർത്താവ് ശിഷ്യനും പോയപ്പോൾ അവർക്ക് പാർക്കാൻ അവരെ സമ്മതിച്ചില്ല. ഉടനെ യോഹന്നാനും യാക്കോബും പറഞ്ഞു, യേശു കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ നീ തീയിറക്കുക. നമ്മുടെ പ്രാർത്ഥന എന്തുവാ? കർത്താവേ, എന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക, അവന് നന്മ ഉണ്ടാകണമേ. അകത്ത് പറയുന്നത് എന്തുവാ? തിരുവചനം പറയുന്നുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച എന്തെങ്കിലും കൊടുത്താൽ ദൈവം അവന്റെ തല തീക്കനൽ കൂട്ടും, അവൻ മുടിഞ്ഞു പോകും. എനിക്കത് കാണണം. ഇത് പറഞ്ഞല്ലേ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ യേശു കർത്താവ് യോഹന്നാനെ യാക്കോബിനെ നോക്കിട്ട് ചോദിച്ചാൽ, നിങ്ങൾ ഏതാത്മാവിന് അധീനർ? നിങ്ങൾ ഏതാത്മാവിനാൽ സഞ്ചരിക്കുന്നവർ? അതല്ല യേശുവിന്റെ വഴികൾ, അതല്ല ആത്മാവിന്റെ ശുശ്രൂഷ. അതെന്താണെന്നറിയണോ? സ്തേഫാനോസിന്റെ ജീവിതം നോക്കണം. ഇങ്ങനെ പറയുന്നു, സ്തേഫാനോസ് ആത്മാവിൽ നിറഞ്ഞു, സ്വർഗം തുറന്നിരിക്കുന്നത് അവൻ കണ്ടു, പിതാവിന്റെ വലത്തുഭാഗത്ത് യേശു കർത്താവ് നിൽക്കുന്നത് അവൻ കണ്ടു. എപ്പോഴവൻ കണ്ടത്? ആത്മാവിൽ നിറഞ്ഞപ്പോൾ. തനിക്കെതിരെ കല്ലെറിഞ്ഞ് തന്നെ കൊല്ലുകയാണ്. യേശു കർത്താവും അവസാന വാക്കെന്താ പറഞ്ഞ? ഇവരോട് ക്ഷമിക്കണമെന്ന്. സ്തേഫാനോസും അത് തന്നെ പറഞ്ഞു.
ഈ പാപം എവരുടെ മേൽ ഹല്ലേലൂയ വെക്കരുതേ ദൈവമേ. എന്നെയാ കല്ലെറിഞ്ഞു കൊല്ലുന്നത്, പക്ഷെ ഈ പാപം എവരുടെ മേൽ വെക്കരുതേ. ഹല്ലേലൂയ. എന്തുകൊണ്ട് സ്തെഫാനോസിന് അങ്ങനെ പറയാൻ തോന്നി? കാരണം തിരുവചനം പറയുന്നു അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നാം അറിയണം ഏതാത്മാവിന് നാം അധീനരെന്ന്. ഹല്ലേലൂയ. വെളിച്ചദൂതന്റെ വേഷത്തിൽ ആരാ വന്ന് നിൽക്കുന്നതെന്ന്. ഇന്ന് പകൽക്കാല പ്രാർത്ഥനകളെ ഒന്ന് മാറ്റാമോ? ഹല്ലേലൂയ. ജീവിതത്തെ ഒന്ന് മാറ്റാൻ തയ്യാറാണോ? ഒന്ന് നിരപ്പ് പ്രാപിക്കുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ, നിന്റെ രോഗത്തെ മാത്രമല്ല, നിന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. തീക്കനൽ കൂട്ടാൻ പറയുന്നത് ദൈവാത്മാവല്ല, അത് വേറെ ഏതോ ആത്മാവാ. എന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോഴും അകത്ത ആഗ്രഹം അവർ നശിച്ചു കാണണമെന്നാണ്. കാരണം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ അഭിഷേകത്തിനെ തുറന്നവനെ ദൈവം ശരിയാക്കിക്കൊള്ളുമല്ലോ. എങ്കിലും യേശു കർത്താവ് ശത്രുവിനെ സ്നേഹിക്കണം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അത് യേശുവിന്റെ വഴിയല്ല. ഹല്ലേലൂയ. സകല ഹല്ലേലൂയ പ്രൈഡ് മാറ്റിവെച്ച് ഇന്ന് ഹല്ലേലൂയ നിരപ്പ് പ്രാപിക്കേണ്ടവരുണ്ട്. ഹല്ലേലൂയ. അതിന് എത്ര വലിയ മഹാപുരോഹിതനാണെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ എത്ര വലിയ മഹാപുരോഹിതനാ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ എപ്പോഴും ഹല്ലേലൂയ ആലയത്തിൽ ആത്മാവിൽ ഹല്ലേലൂയ നിറഞ്ഞു തുള്ളുന്ന വ്യക്തിയാന്ന് പറഞ്ഞാലും, പ്രവചിക്കുന്ന വ്യക്തിയാന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ ദൈവത്തിന്റെ പെട്ടകത്തോട് ചേർന്ന് കിടക്കുന്ന വ്യക്തിയാന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നീ നിരപ്പ് പ്രാപിച്ചില്ലെങ്കിൽ ദൈവം നിന്റെ കാര്യങ്ങളെ ക്ഷമിക്കത്തില്ലെന്നാണ്. ഹല്ലേലൂയ. ദൈവങ്ങളെ നാം നന്നായിരിക്കുവാൻ യേശു കർത്താവ് ഇത് പറഞ്ഞു തന്നു. ഇന്ന് ദൈവാത്മാവ് ഇത് തന്നെ പറയുന്നു. ജീവിതങ്ങളെ ദൈവാത്മാവ് മാറ്റാൻ ആഗ്രഹിക്കുക. യേശു കർത്താവിന് യോഗ്യമാകുന്ന രീതിയിൽ നടക്കുവാൻ ദൈവാത്മാവ് നമ്മളെ അഭ്യസിപ്പിക്കാൻ പോകുക. ഹല്ലേലൂയ. തയ്യാറാണോ എന്ന് ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ? തയ്യാറാണോ പോയി സംസാരിക്കാൻ പറ്റുന്നവരോട് പോയി സംസാരിക്കുവാൻ? ഇല്ലെങ്കിൽ ഹൃദയം കൊണ്ട് ദൈവത്തോട് ഹല്ലേലൂയ മാപ്പ് ചോദിക്കുവാൻ? എന്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ ഇന്ന് ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ അജു ബ്രദർ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ്, ഹല്ലേലൂയ അജു ബ്രദർ ഫാമിലി കേൾക്കുന്നുണ്ടായിരിക്കും. ഹല്ലേലൂയ ഞാൻ അതുകൊണ്ടായി പബ്ലിക്കായി പറയുന്നത്. പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ നമ്മൾ എവിടെ നിന്ന് പോയാലും, നമ്മൾ എവിടൊക്കെ പോയാലും നാം നേരെ ആകണമെങ്കിൽ നമ്മളെ ദൈവമായിരിക്കും അയക്കുന്നത്. പക്ഷെ എവിടെ പോയാലും നാം രക്ഷപ്പെടണമെങ്കിൽ ഹല്ലേലൂയ നാം ആയിരിക്കുന്ന സഭയിലെ ശുശ്രൂഷകന്റെ അവിടുത്തെ ദൈവമക്കളുടെ അനുഗ്രഹവും വാങ്ങിച്ചിട്ട് പോകണം. ഇല്ലാതെ പോയിട്ട് ഹല്ലേലൂയ കാര്യമില്ല. അതുകൊണ്ട് അച്ഛൻ എനിക്ക് വേണ്ടി ഇന്നൊന്ന് പ്രാർത്ഥിക്കണം. അവൻ പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യമാണ്. എവിടെ പോയാലും ഒരുവൻ രക്ഷ പ്രാപിക്കണമെങ്കിൽ ഹല്ലേലൂയ എൻ്റെ സഭയിലെ ഹല്ലേലൂയ ഞാൻ ഇതുവരെ കൂടി ആരാധിച്ച ഹല്ലേലൂയ അവരുടെ എല്ലാം അനുഗ്രഹത്തോടെ പോകണം. തർക്കിച്ചു വഴക്കുണ്ടാക്കി പോകല്ല. അതുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചൊന്ന് അയക്കണം. ഒന്ന് പ്രാർത്ഥിച്ചേ. അവന്റെ പ്രായത്തിനും ഹല്ലേലൂയ ആ പ്രായത്തിൽ ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്ത ആ വെളിപ്പാടിന് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. ഹല്ലേലൂയ. ദൈവമക്കളെ ഹല്ലേലൂയ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ എന്തിനാ രോഗം മാറേണ്ടതിന് നീ ഹല്ലേലൂയ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല, അവന് വേണ്ടി പ്രാർത്ഥിക്കണം. നിന്നോട് ഹല്ലേലൂയ ദോഷം ചെയ്തെന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഹല്ലേലൂയ തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായി പ്രാർത്ഥിക്കണം. രണ്ടറിയാമോ? ഹല്ലേലൂയ അബ്രഹാം വാഗ്ദത്തം കേട്ടറിഞ്ഞ അബ്രഹാം
സകലത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാഗ്ദത്തം ഉണ്ടായിട്ടും എപ്പോഴാണ് ഒരു അനുഗ്രഹം അബ്രഹാമിന്റെ മേൽ വന്നതെന്നറിയാമോ? എപ്പോഴാ ദൈവത്തിന്റെ മഹാപുരോഹിതനായ മൽക്കീസേദെക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചത് എപ്പോഴാണെന്നറിയാമോ? അബ്രഹാമേ, നിന്നോട് വഴക്കടിച്ചിട്ട് പച്ചപ്പുല്ലുള്ള പ്രദേശം അന്വേഷിച്ച് ഒരുത്തൻ പോയില്ലേ? നിന്നോട് വഴക്കുണ്ടാക്കിയല്ലേ പോയത്? നിന്റെ ദാസന്മാരും അവന്റെ ദാസന്മാരും തമ്മിൽ വലിയ വഴക്കുണ്ടായില്ലേ? എന്നിട്ട് നല്ലത് തെരഞ്ഞെടുത്തല്ലേ അവൻ പോയത്? എന്നിട്ടും അവനെ ഏതൊക്കെയോ രാജാക്കന്മാർ വന്ന് അടിമയായി പിടിച്ചുകൊണ്ട് പോയെന്ന് കേട്ടപ്പോൾ നിന്റെ ഉള്ളം കത്തിയില്ലേ? നീ വെറും 300 സ്പേരുമായി പോയി നീ അവനെ വിടിവിച്ചു കൊണ്ടുവന്നില്ലേ? നീ വിടിവിച്ചു കൊണ്ടുവരുന്ന വഴിക്ക് നിന്നെ കാത്ത് ദൈവത്തിന്റെ മഹാപുരോഹിതനായ മൽക്കീസേദെക്ക് അപ്പവുമായി വന്നില്ലേ? എപ്പോഴാ വന്നത്? നിന്നെ ഉപദ്രവിച്ചിട്ട്, നിന്നെ അനാവശ്യം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിന്നെ വേദനിപ്പിച്ചിട്ട് പോയവന് ഒരു കഷ്ടമുണ്ടായെന്ന് അറിഞ്ഞപ്പോൾ നീ ചെന്ന് അവനെ വിടുവിച്ചപ്പോൾ നിനക്ക് വേണ്ടി മൽക്കീസേദെക്ക് ഇറങ്ങി വന്നു. ദൈവത്തിന്റെ മഹാപുരോഹിതൻ, ശാലോം രാജാവ്, സമാധാനത്തിന്റെ രാജാവ് വെറും കൈയോടെ അല്ല വന്ന്. ഒന്ന് വായിക്കാമോ ആ വാക്യം? ഉൽപ്പത്തി ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയ. ആ 18 മുതൽ ശാലോം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ട് വന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. എപ്പോഴാ വന്നത്? ഹല്ലേലൂയ. അബ്രഹാമേ, എപ്പോഴാ വന്നത്? അവൻ നിന്നെ ഉപദ്രവിച്ച്, നിന്നെ വേദനിപ്പിച്ച്, അല്ലെങ്കിൽ നന്മ തിരഞ്ഞെടുത്ത് പോയില്ലേ? അവന്റെ പ്രശ്നത്തിൽ നിന്ന് നീ അവനെ വിടുവിച്ചുകൊണ്ട് വന്നപ്പോൾ നിനക്ക് അനുഗ്രഹവുമായി ഇതാ ഒരുവൻ വരുന്നു. നിനക്ക് അപ്പവും വീഞ്ഞുമായി ഇതാ ഒരുവൻ വരുന്നു. ഹല്ലേലൂയ. ഈ മക്കളെ, നന്മ ഹല്ലേലൂയ എവിടെയെങ്കിലും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ നീ ഇന്ന് നിരപ്പ് പ്രാപിച്ചോ. നീ ഇന്ന് നിരപ്പ് പ്രാപിക്കും. ഇന്നട്ടോ ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായ 19 ഇങ്ങനെ പറയുന്നു, 14-19, അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദൈവത്തിന്റെ മഹാപുരോഹിതൻ ഇറങ്ങി വന്ന അബ്രഹാമിനെ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അബ്രഹാമേ, ഹല്ലേലൂയ, പിതാക്കന്മാരുടെ നഗരം വിട്ടിട്ട് നാള് കുറെ ആയില്ലേ? പക്ഷെ നീ ഹല്ലേലൂയ നിന്നെ ഉപദ്രവിച്ചവനെ ഹല്ലേലൂയ നീ പോയി രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നപ്പോൾ ഹല്ലേലൂയ അവനേക്കാൾ ഇരട്ടി നന്മ നിന്റെ ജീവിതത്തിലേക്ക്. ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവാത്മാവ് ശക്തമായി ദൂത് പറയുക. നിന്റെ ജീവിതത്തിൽ ഒരു ഇരട്ടി നന്മ നീ പ്രാപിക്കണമെങ്കിൽ ഹല്ലേലൂയ നീ ആരോടൊക്കെയോ ക്ഷമിക്കുവാൻ, ആരുടെയൊക്കെ കഷ്ടത്തിൽ പങ്കാളികളായി അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിന്നെ ഉപദ്രവിച്ചിട്ട് പോയ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ കഷ്ടതയിൽ ഹല്ലേലൂയ അവരെ രക്ഷപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് ദൂത് അറിയിക്കുകയാണ്. ഹല്ലേലൂയ. മാത്രമല്ല ഹല്ലേലൂയ
സ്വർഗം ഹല്ലേലൂയ ദൈവം നീതിമാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഇയ്യോബായിരുന്നു. നീതിമാൻ എന്ന് ഹല്ലേലൂയ സർവശക്തനായ ദൈവം ഒരു ഹല്ലേലൂയ പദവി കൊടുത്ത ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഇയ്യോബായിരുന്നു. ഇയ്യോബിന്റെ ജീവിതത്തിൽ വലിയ കഷ്ടത വന്നു. അവന്റെ ഉള്ള സകലത് നശിച്ചു. ഹല്ലേലൂയ തന്റെ ശരീരത്തിൽ ഹല്ലേലൂയ രോഗം ബാധിച്ചു, വ്രണങ്ങളായി, തന്റെ മക്കളില്ലാതായി. ഹല്ലേലൂയ ഒറ്റ നിമിഷം കൊണ്ട് തന്റെ സകല സ്വത്തും നശിച്ചു. പക്ഷേ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തോട് വാദിച്ചു. ദൈവം കൊടുങ്കാറ്റിൽ ഹല്ലേലൂയ ചുഴലിക്കാറ്റിൽ വന്ന് അവനോട് സംസാരിച്ചു. സംസാരിച്ചു കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഹല്ലേലൂയ ഇയ്യോബിനെ അനുഗ്രഹിച്ചതെന്ന് അറിയാമോ? എപ്പോഴാണ് ദൈവം ഇയ്യോബിനെ അനുഗ്രഹിച്ചതെന്ന് അറിയാമോ? ഇയ്യോബ് 42:10 വായിച്ചു. ഇയ്യോബ് 42:10. ഇയ്യോബ് 42:10. അവൻ അവന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, എപ്പോഴാ? അവൻ അവന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ. 42:10 ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുൻപുണ്ടായത് ഒക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. എപ്പോഴാ കൊടുത്തത്? ചുഴലിക്കാറ്റ് വന്ന് നിന്ന് സംസാരിച്ചപ്പോഴൊന്നുമല്ല, അവിടെ വലിയ സംസാരം ഉണ്ടായി. ഇയ്യോബ് കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു. ഹല്ലേലൂയ. കുറ്റങ്ങളും പാപങ്ങളും തന്റെ അവിശ്വാസതയും എല്ലാം ഏറ്റുപറഞ്ഞു. അപ്പോഴൊന്നും ദൈവം അനുഗ്രഹിച്ചില്ല. പക്ഷെ എപ്പോൾ ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? ഏതാ ഈ സ്നേഹിതന്മാര്? തന്റെ ശരീരം വ്രണമെടുത്ത് കിടക്കുമ്പോൾ തന്റെ അടുത്ത് വന്ന അതിലും ക്രൂരമായി വാക്കുകൾ കൊണ്ട് കുത്തി നോവിച്ചവർ. ഹല്ലേലൂയ. ശരീരം പുഴുവെടുത്ത് ഹല്ലേലൂയ വേദന കൊണ്ട് പുളഞ്ഞു കിടക്കുമ്പോൾ ഹല്ലേലൂയ ആശ്വസിപ്പിക്കാം എന്ന വാക്കുമായി ഹല്ലേലൂയ വന്നിട്ട് അവനെ ഉപദ്രവിച്ചവർ, അവനെ കുറ്റപ്പെടുത്തിയവർ. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞ ഈ ക്ഷമയുടെ ഹല്ലേലൂയ ഈ നിരപ്പിന്റെ മർമ്മം. ഇയ്യോബ് നീതിമാനല്ലേ? സ്വർഗ്ഗം മുദ്ര വെച്ച വ്യക്തിയല്ലേ? പിന്നെ എന്താ ഹല്ലേലൂയ തന്റെ നഷ്ടപ്പെട്ട നന്മ പ്രാപിക്കാതിരുന്നത്? സകലതും ദൈവത്തിന്റെ മുമ്പിൽ നീ ഏറ്റു പറഞ്ഞില്ലേ, എന്നിട്ടും എന്താ ലഭിക്കാതിരുന്നത്? സ്വർഗത്തിന് പറയാറുണ്ട് ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ 3 വ്യക്തികളല്ലേ നിന്റെ സ്നേഹിതന്മാർ. അവരോട് കിടക്കുന്ന നീരസം നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവാത്മാവാരോടൊക്കെ വിരൽ ചൂണ്ടി സംസാരിക്കുക. നീ നിന്റെ ഹൃദയത്തിൽ വേദനിപ്പിച്ചവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എന്തിനാണോ? ഹല്ലേലൂയ നിന്റെ ഹല്ലേലൂയ സ്ഥിതിക്ക് ഭേദം വരണമെങ്കിൽ, നിനക്ക് നഷ്ടമായത് ഇരട്ടിയായി തിരിച്ചു ലഭിക്കണമെങ്കിൽ, നിന്നെ വേദനിപ്പിച്ചവർ വാക്കുകൾ കൊണ്ട് പ്രവർത്തികൾ കൊണ്ട് ഹല്ലേലൂയ നിന്നെ കുത്തി നോവിച്ച വ്യക്തികൾക്ക് വേണ്ടി നീ എപ്പോൾ പ്രാർത്ഥിക്കുമോ അപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്ന നിന്റെ സകല നന്മകളും സ്വർഗം റിലീസ് ചെയ്യുമെന്ന് ദൈവാത്മാവ് ആരെയൊക്കെയോ നോക്കി ദൂത് പറയുക. ഏറ്റെടുക്കാൻ കഴിയുന്നവർ ഏറ്റെടുത്ത് അതിനെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. ഏറ്റെടുക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്ന് നിലവിളിച്ച് ദൈവത്തോട് പറഞ്ഞാട്ടെ. ദൈവമേ ഹല്ലേലൂയ എന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാ. അവരെ അനുഗ്രഹിക്കണമേ, അവരുടെ കുറവുകളെ ക്ഷമിക്കണമേ. ഞാൻ ക്ഷമിച്ചു, നീ അവരെ അനുഗ്രഹിക്കണമേ, അവർക്ക് നന്മ കൊടുക്കണമേ, അവരെ ഉയർത്തണമേ. നീ പ്രാർത്ഥിക്കുക. നീ പ്രാർത്ഥിച്ചാൽ അത് നിനക്ക് നീതിയായി കണക്കിടുന്ന ദൈവം. ഒരിടത്ത് പറഞ്ഞു, നിനക്ക് രോഗസൗഖ്യം വേണമോ, നിനക്ക് രോഗശാന്തി വേണമോ, നീ പാപങ്ങളെ ഏറ്റു പറഞ്ഞിട്ട് ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ നിന്നോട് പാപം ചെയ്ത അവന് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഇവിടെ ഇയ്യോബിന്റെ കാര്യത്തിൽ പറഞ്ഞു, ഇയ്യോബ് തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. ഹല്ലേലൂയ. അവിടെ അബ്രഹാമിനെ കാണിച്ചത്
പറയുക, ഹല്ലേലൂയ, എന്ന് ദൈവാത്മാ അബ്രഹാമിനെ കാണിച്ചിട്ട് പറയാ, അബ്രഹാമേ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹാപുരോഹിതനാ ഇറങ്ങി വന്ന് നിന്നെ അപ്പവും വീഞ്ഞും തന്നത്, നിന്നെ അനുഗ്രഹിച്ചത്. ഹല്ലേലൂയ, എപ്പോഴാ? ഹല്ലേലൂയ, നിന്നെ ഉപദ്രവിച്ചവനെ നീ മടക്കിക്കൊണ്ടുവന്നപ്പോൾ. ഹല്ലേലൂയ, ഇന്ന് നിന്നെ ഉപദ്രവിച്ച വ്യക്തികളുണ്ടെങ്കിൽ നീ മടക്കിക്കൊണ്ടുവാ. യേശു കർത്താവ് പറഞ്ഞ വ്യവസ്ഥ വെച്ചുകൊണ്ട് നീ മാപ്പ് പറഞ്ഞു, നീ പോയി സംസാരിച്ചു, നീ വ്യക്തികളുമായി പോയി സംസാരിച്ചു, എന്നിട്ടൊന്നും അടുക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് ചുങ്കക്കാരനും ഭാവിയൊക്കെ ആയി മാറിയിരിക്കട്ടെ. ഇല്ലെന്നുണ്ടെങ്കിൽ നീ പോയി കൊണ്ടുവാ. പ്രാർത്ഥിക്കാൻ കഴിയുന്നവരുണ്ടോ? ഒന്ന് നിലവിളിക്കാൻ കഴിയുന്നവരുണ്ടോ? അല്ലെങ്കിൽ എവിടേക്കോ നന്മകൾ നാളുകളായി മുടങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. നാളുകളായി ശരീരത്തിന് ഒരു സൗകര്യവുമില്ല, ഒരു സൗഖ്യവുമില്ലാതിരിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഒരു നിരപ്പ് നടക്കട്ടെ, ഒരു നിരപ്പ് നടക്കട്ടെ. എല്ലാ കൈപ്പിന്റെ വേരും മാറി ഒരു നിരപ്പ്. എന്തിനെന്നോ, നീ നിരപ്പിന്റെ ശുശ്രൂഷയ്ക്ക് യോഗ്യനായി തീരണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ഒരു നിരപ്പുള്ളവനായിരിക്കണമെന്ന്. അടുത്ത വ്യക്തിയെ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുക, നീ ഒരു ദാവീദിനെ നോക്ക്. ഹല്ലേലൂയ, നാളുകളായി വർഷങ്ങളായി നിന്നെ കൊല്ലുവാൻ സൈന്യവുമായി നടക്കുന്ന ശൗൽ 3000 പേരെ കൊണ്ട് നിന്നെ കൊല്ലുവാൻ വന്നിരിക്കുന്നു. ദൈവം അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. ദാവീദ് വിളിച്ചു പറയുക, ദൈവം അഭിഷേകം ചെയ്തവനെ ഞാൻ തൊടത്തില്ല. ദൈവം അഭിഷേകം ചെയ്തവനെ ഞാൻ തൊടത്തില്ല. ദൈവം അഭിഷേകം ചെയ്തവനെ ഞാൻ തൊടത്തില്ല. ദൈവാത്മാശക്തമായ ദൈവം അഭിഷേകം ചെയ്തവനെ തൊടരുത്. എന്തിനെന്നോ ഹല്ലേലൂയ വായിക്കാം. ഒന്ന് ശൗമേൽ 26:22 മുതൽ വായിച്ചാൽ ഹല്ലേലൂയ, ദാവീദിന്റെ കയ്യിൽ കിട്ടി. ശൗലിനെ ദാവീദിന്റെ കയ്യിൽ കിട്ടി. ദാവീദിന്റെ കൂടെയുള്ള വ്യക്തി പറഞ്ഞു, ഞാൻ ആ കുന്തമെടുത്ത് അവനെ ഒന്ന് കുത്തട്ടെ. അവൻ പറഞ്ഞു, നോ, ദൈവം അഭിഷേകം ചെയ്തവനെ ഞാൻ തൊടത്തില്ല. എന്നിട്ട് അതിന്റെ ഹല്ലേലൂയ 26 ശൗമേലിന്റെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തോട്ട് ഇങ്ങനെ പറയുന്നു, ദാവീദ് ഉത്തരം പറഞ്ഞത്, രാജാവേ, കുന്തമിതാ, ബാലിക്കാരൻ ഒരുത്തൻ വന്ന് കൊണ്ടുപോകട്ടെ. യഹോവ ഓരോരുത്തന് അവനവന്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം പകരം നൽകട്ടെ. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, ഞാനല്ല, ഹല്ലേലൂയ, ഞാൻ അത് ചെയ്തില്ല, യഹോവ അത് ചെയ്യട്ടെ. അടുത്തത്, യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു, എങ്കിലും യഹോവയുടെ അഭിഷക്തന്റെ മേൽ കൈവയ്ക്കുവാൻ എനിക്ക് മനസ്സില്ല. ഹല്ലേലൂയ. ആരെ കുറിച്ചാ പറയുന്നത്? വർഷങ്ങളായി കൊല്ലുവാൻ നടക്കുന്നവനെ കുറിച്ച്. തന്നെ ഓടിക്കാത്ത സ്ഥലങ്ങളില്ല, തന്നെ ഉപദ്രവിക്കാത്ത രീതികളില്ല, തന്നെ വേദനിപ്പിക്കാത്ത രീതികളില്ല. ദാവീദിന്റെ അടുത്ത് ചോദിച്ച ദാവീദ് പറഞ്ഞു, ഞാൻ നന്മ മാത്രമേ ശൗലിന് ചെയ്തിട്ടുള്ളൂ. അവന് ദുരാത്മാവ് ബാധിച്ചപ്പോൾ ഞാനല്ലേ പോയി കിന്നരം വായിച്ചു കൊടുത്തത്, ഞാനല്ലേ അതിനെ അവന്റെ ശരീരത്തിൽ നിന്ന് മാറ്റി അവന്റെ ആശ്വാസം പകർന്നത്, ഞാൻ നന്മയല്ലേ കൊടുത്തത്. ഗോലിയാത്ത് വന്ന് വെല്ലുവിളിച്ചപ്പോൾ ഞാനല്ലേ പോയി അവന്റെ ഹല്ലേലൂയ മാനത്തെ ഉയർത്തിയത്. ശൗലിന് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ ഞാനല്ലേ പോയി യുദ്ധം ചെയ്ത് ഹല്ലേലൂയ അവന്റെ തലയെ ഉയർത്തിയത്. അതിനുശേഷം ഞാനല്ലേ പോയി 10,000 അവന് വേണ്ടി കൊന്നൊടുക്കിയത്. ഞാൻ അവന്റെ കൂടെ നടന്ന വ്യക്തിയല്ലേ.
അവൻ എത്ര പ്രാവശ്യം എന്റെ നേരെ കുറ്റം പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ നന്മയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ദൈവം കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു, നീ അവനെ കൊല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ദാവീദ് പറയുകയില്ല, ഞാൻ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ, തിരിച്ച് തിന്മ മാത്രമേ അവനിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. എങ്കിലും ദൈവാഭിഷേകം ചെയ്തവനെ, ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ, നിന്നെ ഉപദ്രവിച്ചവരാകട്ടെ, നിന്നെ വേദനിപ്പിച്ചവരാകട്ടെ, ദൈവദാസന്മാർക്കെതിരെ സംസാരിക്കരുത്. ദൈവ മക്കൾക്കെതിരെ സംസാരിക്കരുത്. അവരെയും ദൈവം അഭിഷേകം ചെയ്തതാ, അവരെയും ദൈവം തിരഞ്ഞെടുത്തത് ആയതുകൊണ്ട് അവർ ദൈവമക്കളായത്. ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവേശുവിൽ തിരഞ്ഞെടുത്തവരായതാ. അടുത്തത് ഹല്ലേലൂയ, എന്റെ ബൈബിളിൽ അടുത്ത വാക്യങ്ങളെ ഹല്ലേലൂയ ഒത്തിരി ബോൾഡായിട്ട് ഡാർക്കായിട്ടാണ് എഴുതിയിരിക്കുന്നത്. കാരണം അത് ഒത്തിരി ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. ഹല്ലേലൂയ. യഹോവയുടെ അഭിഷക്തന്റെ മേൽ കൈവയ്ക്കുവാൻ എനിക്ക് മനസ്സില്ല. 24 വാക്യത്തിൽ എങ്ങനെ പറയുന്നു? എന്നാൽ നിന്റെ ജീവൻ ഇന്ന് എനിക്ക് വിലയേറിയതായിരുന്നത് പോലെ എന്റെ ജീവൻ യഹോവയ്ക്ക് വിലയേറിയതായിരിക്കട്ടെ. ഇന്ന് നിന്റെ ജീവൻ എനിക്ക് വിലയേറി. ഹല്ലേലൂയ. ദാവീദ് പറയുക, നീ എന്നെ കൊല്ലാൻ നടക്കുന്നവനാ, പക്ഷെ നിന്റെ ജീവൻ എനിക്ക് വിലയേറിയതാണ്. ശത്രുവിനെ നോക്കി, കൊല്ലാൻ വന്നവനെ നോക്കി, ഉപദ്രവിച്ചവനെ നോക്കി ദാവീദ് രാജ പറയുക, ശൗലേ, നിന്റെ ജീവൻ ഇന്ന് എനിക്ക് വിലയേറിയതായി അനുഭവപ്പെട്ടു. അതുപോലെ എന്റെ ജീവനും ദൈവത്തിന് വിലയേറിയതായി തീരട്ടെ. ഇതല്ലേ യേശു കർത്താവ് വേറൊരു ഉപമയിൽ വേറൊരു രീതിയിൽ പറഞ്ഞത്? ഇത് തന്നെയല്ലേ യേശു കർത്താവ് മറ്റൊരു രീതിയിൽ പറഞ്ഞത്? നീ നിന്റെ കടക്കാരോട് ക്ഷമിച്ചാൽ ആര്? ദൈവം നിന്നോട് ക്ഷമിക്കും. ദാവീദ് പറയുക, നിന്റെ ജീവൻ എനിക്ക് വിലയേറി തോന്നിയത് കൊണ്ട് എന്റെ ജീവൻ ദൈവത്തിന് വിലയേറിയതായി തോന്നട്ടെ. ഹല്ലേലൂയ. നിന്റെ ആരോഗ്യത്തെ മാത്രമല്ല, നിന്റെ നന്മകളെ മാത്രമല്ല, നിന്റെ ജീവനെ കൂടെ ഹല്ലേലൂയ ദൈവത്തിന് വിലയേറിയതായി തോന്നണമെങ്കിൽ നിനക്ക് നിന്റെ ശത്രുക്കളോട് അവരുടെ ജീവനെ വിലയേറിയതായി തോന്നണം. ആ ആത്മാവിനെ വിലയേറിയതായി തോന്നണം. ഓ ദൈവത്തിന് ഹല്ലേലൂയ മനുഷ്യനെ നോക്കിയിട്ട് ഓരോ ആത്മാവ് വിലയേറിയതായി തോന്നിയെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന് അങ്ങനെ നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ജീവനെ വിലയേറിയതായി തോന്നണമെങ്കിൽ നാം നമ്മളെ ഉപദ്രവിച്ചവരുടെ ജീവനെ, നമ്മുടെ ശത്രുക്കൾ എന്ന് ഹല്ലേലൂയ പറയപ്പെട്ടവരുടെ ഹല്ലേലൂയ ജീവനെ വിലയേറിയതായി തോന്നണം. അവർ മുടിഞ്ഞു പോകട്ടെ, നശിച്ചു പോകട്ടെ, വീണ് പോകുന്നത് കണ്ട് ചിരിക്കാമെന്ന് പറയുന്നവനോടല്ല ഹല്ലേലൂയ ദൈവാത്മാവ് ഈ ദൂത് പറയുന്നത്. മറ്റുള്ളവരെ വിലയേറിയവരായി കാണാം. ഓ അങ്ങനെയുള്ള ദാവീദേ, നീ തെറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ നിന്റെ ജീവനെ ദൈവം വിലയേറിയതായി കണ്ടു. ഹല്ലേലൂയ. ദാവീദ് എന്താ പറഞ്ഞ? ശൗലേ, നിന്റെ ജീവൻ എനിക്ക് വിലയേറിയതായി തോന്നിയതുപോലെ എന്റെ ജീവൻ എന്റെ ദൈവത്തിന് വിലയേറിയതായി തീരട്ടെ എന്ന്. ആ ദാവീദിന്റെ ജീവിതത്തിൽ വലിയൊരു പരാജയം വന്നപ്പോൾ, വലിയൊരു വീഴ്ച വന്നപ്പോൾ, വലിയൊരു പാപം വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ദാവീദിന്റെ ജീവൻ വലുതായി തോന്നി. അവന്റെ സിംഹാസനം വലുതായി തോന്നി, അവന്റെ നന്മകളെ വലുതായി തോന്നി. ദൈവം പറഞ്ഞു, ശൗലിനെ മാറ്റിയതുപോലെ ഞാൻ നിന്നെ മാറ്റത്തില്ല ദാവീദേ. ഹല്ലേലൂയ. ഇന്ന് അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾ ഹല്ലേലൂയ മായ്ക്കപ്പെടണമെങ്കിൽ ദാവീദേ, നിന്റെ പാപം ദൈവം മായ്ച്ചത് എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. നിന്നെ ഉപദ്രവിച്ചവന്റെ ജീവനെ നീ വലുതായി കണ്ടില്ലേ? നിന്റെ മകനായ അബ്ശലോമോൻ നിന്നെ കൊല്ലുവാനായി നിന്നെ ഓടിച്ചില്ലേ? നിന്റെ കൂടെ ഉള്ളവരെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നീ വനത്തിൽ പോയി നിന്റെ മകനെ ഭയന്ന് ഒളിച്ചില്ലേ? എന്നിട്ടും നിന്റെ ജീവനെ വിട്ടുകൊടുക്കാതെ ദൈവം ഇരുന്നത് എന്താ?
നീ മറ്റൊരുവന്റെ ജീവനെ വലുതായി കണ്ടില്ലേ? നീ നിന്റെ ശത്രുവിന്റെ ജീവനെ വലുതായി കണ്ടില്ലേ? നിന്നെ ഉപദ്രവിച്ചവന്റെ ജീവൻ നീ വലുതായി കണ്ടില്ലേ? അതുകൊണ്ട് നിന്റെ ജീവനെതിരെ ശത്രു ഭീഷണിയുമായി വന്നപ്പോൾ നിന്റെ കൊട്ടാരത്തിൽ നിന്ന്, നിന്റെ രാജ്യത്തിൽ നിന്ന് നിന്നെ ഉപദ്രവിച്ച് ഓടിച്ചിട്ടും നീ വനാന്തരങ്ങളിൽ ഒളിച്ചിരിക്കുമ്പോഴും അബ്ശലോമോന് ഞാൻ നിന്റെ ജീവനെ വിട്ടുകൊടുത്തില്ല. കാരണം എന്തെന്നറിയാമോ? നീ ശൗലിന്റെ ജീവനെ വലുതായി എണ്ണിയത് കൊണ്ട്. ഇന്ന് ദൈവാത്മാവ് ശക്തമായി സംസാരിക്കുക. നിന്റെ ആയുസ് നീട്ടിക്കിട്ടണമെങ്കിൽ, ദൈവാത്മാവ് നൽകുന്ന അതേ രീതിയിൽ ആരെങ്കിലും വള്ളിപ്പുള്ളി തരാൻ ഞാൻ പറയുക. നിന്റെ ജീവൻ, നിന്റെ ആയുസ് നീട്ടിക്കിട്ടണമെങ്കിൽ, നിന്റെ ജീവനെ ദൈവം വലുതായി എണ്ണണമെങ്കിൽ, വിലയുള്ളതാക്കി തീർക്കണമെങ്കിൽ, നീ ജീവനോടെ ഇരിക്കണമെങ്കിൽ, നിനക്ക് രോഗം മാറണമെങ്കിൽ, നിനക്ക് രോഗം മാറണമെങ്കിൽ, നിനക്ക് നന്മകൾ ലഭിക്കണമെങ്കിൽ, ഇവിടെ പറയുന്നു, നീ ജീവനോടെ ഇരിക്കണമെങ്കിൽ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണമെങ്കിൽ, നിനക്ക് ഹല്ലേലൂയ, നിനക്കൊരു നിരപ്പുണ്ടാകണം. ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവാത്മാവ് ശക്തമായി സംസാരിക്കുക. ദൈവാത്മാവ് ശക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുക. ഇതിന് പുറംതിരിഞ്ഞ് നിൽക്കരുത്. ഈ ദൈവദൂതുകൾക്ക് പുറംതിരിഞ്ഞ് നിൽക്കരുത്. ഒരു വാണി പോലെ ദൈവാത്മാവ് സംസാരിക്കുക. ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ പാപം ചെയ്തു. മോശയ്ക്കെതിരെ പിറുപിറുത്തു. 1-2 പ്രാവശ്യമല്ല മോശെ അവർ ഉപദ്രവിച്ചത്, തള്ളിപ്പറഞ്ഞത്. മോശ വന്ന് മിസ്രയീമിൽ ഹല്ലേലൂയ ദൈവ കോപം വന്നപ്പോൾ ഫറവോൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ അവരെ അടിമകളായിരുന്ന ഇസ്രായേലിനെ ഉപദ്രവിക്കുന്ന ഉപദ്രവം വർദ്ധിപ്പിച്ചു. അവർ ആഹാരങ്ങളെ കട്ട് ചെയ്തു. അവരെ കൂടുതൽ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പൊ ഇസ്രായേൽ ജനം തള്ളി പറഞ്ഞു മോശയ്ക്കെതിരെ പുറപ്പെടുത്തു. ചെങ്കടലിന്റെ മുമ്പിൽ വന്നു നിന്നോ. മോശയോട് ചോദിച്ചു, നീ ഞങ്ങളെ കൊല്ലുവാനാണോ കൊണ്ടുവന്നേന്ന്? മോശയ്ക്കെതിരെ സംസാരിച്ചു, പിറുപിറുത്തു, ആക്ഷേപിച്ചു. വെള്ളം കിട്ടാതെ വന്നു, മോശയ്ക്കെതിരെ സംസാരിച്ചു. ആഹാരമില്ലാതെ വന്നു, മോശയ്ക്കെതിരെ സംസാരിച്ചു. മോശയ്ക്കെതിരെ ദൈവത്തിനെതിരെയും വിരോധമായി വിഗ്രഹമുണ്ടാക്കി. ദൈവം പറഞ്ഞു, മോശേ, നീ ഒന്ന് മാറി നിൽക്കുക. ഞാൻ ഈ ജാതിയെ ഇല്ലാതാക്കട്ടെ. ഞാൻ നിന്നിൽ നിന്ന് പുതിയൊരു ജാതിയെ പുറത്തു കൊണ്ടുവരാം. മോശ പറഞ്ഞു, ദൈവമേ, നീ അത് ചെയ്യരുത്. ആരെ കുറിച്ചാ പറയുന്നേ? ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ വിളിച്ചിറക്കി ചെല്ലുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പേ സഹോദരന്മാർ തമ്മിൽ തല്ലുന്നത് കണ്ട് വേദനയോടെ ചെന്ന് ഇടപെട്ടപ്പോൾ തള്ളിപ്പറയാൻ തുടങ്ങിയതാ. അപ്പൊ തൊട്ട് മോശയെ ഉപദ്രവിക്കാൻ തുടങ്ങിയതാ. കൊട്ടാരത്തിൽ കിടന്നവൻ സഹോദരങ്ങളുടെ വിഷമം കണ്ട ഹല്ലേലൂയ കൊട്ടാരം കളഞ്ഞിറങ്ങിയത്. അന്ന് മുതൽ ഉപദ്രവിക്കാൻ തുടങ്ങിയതാ. ദൈവം ഒരു അവസരം കൊണ്ടുവന്നിരിക്കുക. മോശെ, നിന്നിൽ നിന്ന് ഞാൻ പുതിയ ജാതിയെ കൊണ്ടുവരാം. നിന്നിൽ നിന്ന്. മോശ പറഞ്ഞു, ദൈവമേ, നോ. ഈ ഉപദ്രവിച്ച, ഈ പിറുപിറുത്ത, ഈ വേദനിപ്പിച്ച ഈ ജനതയെ നോക്കിട്ട് മോശ പറയുക, ദൈവമേ, ഇത് നിന്റെ ജനമല്ലേ? നീ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത വാഗ്ദത്തത്തെ നീ ഒന്ന് ഓർക്കണേ. നീ ഇവരെ നശിപ്പിക്കരുത്. നീ ഇവരെ ഇല്ലാതാക്കരുത്. നീ വിളിച്ചു കൊണ്ടുവന്നവരല്ലേ? നീ വിളിച്ചിട്ട് ഞാൻ കൂടെ കൊണ്ടുവന്നവരല്ലേ? നീ വഴിക്ക് വെച്ചവരെ ഇല്ലാതാക്കരുത്. തന്റെ ശത്രുക്കൾക്ക്, അല്ലെങ്കിൽ തന്നെ ശത്രുവായി കണ്ടവർക്ക് വേണ്ടി, തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി മോശ ഇടിവിൽ നിന്നു. അങ്ങനെ ഇടിവിൽ നിന്ന മോശയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ മിരിയാമും അഹരോനും ഒരു പരാതിയുമായി വന്നു. ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ. ഹല്ലേലൂയ മോശ മിണ്ടിയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഓ ഹാലലൂയ, പിറുപിറുത്ത ഉപദ്രവിച്ച ശത്രുവിനെ പോലെ കണ്ട ഒരു ജനതയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന ഹാലലൂയ മോശെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച മോശെ, അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയ മോശെ, നിനക്കെതിരെ ഒരുവൻ വന്നാൽ ദൈവം ഇറങ്ങി വരും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയാമോ? നീ നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുവാൻ, അങ്ങനെ ചെയ്താൽ നിനക്കെതിരെ ഒരുവൻ വന്നാൽ ദൈവം ഇറങ്ങി വരുമെന്ന്. നിനക്ക് മറുപടി പറയുവാൻ വാക്കുകൾ കിട്ടാതെ നീ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ ദൈവം ഇറങ്ങി വരുമെന്ന്. ആർക്ക് വേണ്ടിയാ ദൈവം വന്നത്? ശത്രുവ് പോലെ കണ്ടിട്ടും ഉപദ്രവിച്ചിട്ടും വേദനിപ്പിച്ചിട്ടും ഇടിവിൽ നിന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞില്ലേ? അങ്ങനെയുള്ള മോശയ്ക്ക് വേണ്ടി. ഇന്ന് ദൈവം നമ്മുടെ ഓരോ ചെറിയ വിഷയം വരുമ്പോഴും ഭയങ്കര ആത്മാവിൽ നമുക്ക് തുള്ളിക്കൊണ്ട് നമ്മളും പറയും, അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്ന പലരും പറയും, ദൈവമേ ഇത് തെളിയിക്കുവാൻ നീ വരണം, നീ ഇറങ്ങി പ്രവർത്തിക്കണം, നീ ഇപ്പൊ വെട്ടിമാറ്റണം, നീ ശത്രുവിനെ ഇപ്പൊ ഇല്ലാതാക്കണം. ഹല്ലേലൂയ. മോശയുടെ പ്രാർത്ഥന അതല്ലായിരുന്നു. മോശയുടെ പ്രാർത്ഥന അതല്ലായിരുന്നു. ദൈവമേ, നീ കൊടുത്ത വാഗ്ദത്തങ്ങളെ നീ ഓർക്കണേ, നീ ജനതയെ ഇല്ലാതാക്കരുത്. ഓ, മോശ ചെയ്ത് നിരപ്പിന്റെ ശുശ്രൂഷയാണ്. ആ മോശയുടെ ജീവിതത്തിൽ ചോദ്യമായി വന്നപ്പോൾ ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. മിരിയാം ചോദ്യം ചെയ്ത് മിരിയാമിന്റെ മേൽ കുഷ്ഠം വന്നു. ഹല്ലേലൂയ. മിരിയാം നിലവിളിച്ചിട്ടൊന്നും ദൈവം മാറ്റിയില്ല കുഷ്ഠം. അഹരോൻ ചെന്ന് മോശയോട് മാപ്പ് ചോദിച്ചു. മോശ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഒരു 7 ദിവസം അങ്ങനെ നിൽക്കട്ടെ, അത് കഴിഞ്ഞ് ചേർത്താൽ മതി. ഹല്ലേലൂയ. അഹരോനും മിരിയാമും നിലവിളിച്ചിട്ട് ദൈവം ഒന്നും മിണ്ടിയില്ല. ഹല്ലേലൂയ. അഹരോൻ ചെന്ന് മോശയോട് പറഞ്ഞു, ഹല്ലേലൂയ, ഒരു വയറ്റിൽ നിന്ന് വന്നവരല്ലേ നമ്മൾ, അവളുടെ ദേഹം വെള്ള പോലെ ഹല്ലേലൂയ കുഷ്ഠം നിറഞ്ഞിരിക്കുന്നു, നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. വേഗത്തിൽ ഒന്ന് വായിച്ചേ. സംഖ്യാപുസ്തകം 12-11 10, 11, 12 ഇങ്ങനെ പറയുന്നു. മേഘവും കൂടാരത്തിന്മേൽ നിന്ന് നീങ്ങിപ്പോയി, മിരിയാം ഹിമം പോലെ വെളുത്തു കുഷ്ഠരോഗിയായി. അഹരോൻ മിരിയാമിനെ നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണി എന്ന് കണ്ടു. അഹരോൻ മോശയോട്, അയ്യോ യജമാനനെ, ഞങ്ങൾ ഭോഷത്വമായി ചെയ്തു പോയ ഈ പാപം ഞങ്ങളുടെ മേൽ വെക്കരുതേ. അഹരോൻ ആരോടാ നിലവിളിച്ചത്? ദൈവത്തോട് നിലവിളിച്ചു. ദൈവം മറുപടി പറഞ്ഞില്ല. യേശു കർത്താവാണ് പറഞ്ഞത്, നീ നിരപ്പ് പ്രാപിക്കേണ്ട അവന്റെ അടുത്ത് ചെന്ന് നിരപ്പ് പ്രാപിക്കുക, അപ്പോൾ പിതാവ് നിന്റെ പാപങ്ങളെ ക്ഷമിക്കും. അഹരോൻ ചെന്ന് മോശയോട് നിലവിളിച്ചു, അയ്യോ യജമാനനെ, ഞങ്ങൾ ഭോഷത്വമായി ചെയ്തു പോയ ഈ പാപം ഞങ്ങളുടെ മേൽ വെക്കരുതേ. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മാംസം പകുതി അഴുകിയിരുന്ന ചാപിള്ള പോലെ ഇവൾ ആകരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ മോശ യഹോവയോട്, ദൈവമേ, അവളെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിച്ചു. യഹോവ മോശയോട്, അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയെങ്കിൽ അവൾ 7 ദിവസം ലജ്ജിച്ചിരിക്കുകയില്ലയോ? അവളെ 7 ദിവസത്തേക്ക് പാളയത്തിന് പുറത്ത് അടച്ചിടണം, പിന്നത്തേതിൽ അവളെ ചേർത്ത് കൊള്ളണം എന്ന് കൽപ്പിച്ചു. ദൈവമക്കളെ, ഹല്ലേലൂയ. ദൂത് മനസ്സിലാക്കുക, നീ ഇടുവിൽ നിന്ന് നിനക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവം വരും. ഒരു കാര്യം ശക്തമായി ദൈവാത്മാവ് ഇടപെടുക. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഇടുവിൽ നിന്ന് പ്രാർത്ഥിച്ച ഏതെങ്കിലും ഒരു ദൈവദാസൻ, ഏതെങ്കിലും ഒരു ദൈവദാസി
സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ, ദൈവദാസിമാർ, അവർക്കെതിരെ നീ വിരൽ ചൂണ്ടരുത്. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വാക്കെങ്കിലും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടവരുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ച വ്യക്തികളുണ്ടെങ്കിൽ, നിന്റെ കഷ്ടതയിലിരുന്നപ്പോൾ, അല്ലെങ്കിൽ നീ പ്രയാസത്തിലിരുന്നപ്പോൾ, ആരും സഹായമില്ലാതിരുന്നപ്പോൾ, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ വന്ന വ്യക്തികളുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നീ അവർക്ക് നേരെ വിരൽ ചൂണ്ടരുത്. അവരെ അപമാനിക്കാൻ പോകരുത്. ദൈവാത്മാവ് ശക്തമായ ആരോടൊക്കെയോ സംസാരിക്കുക. ഒരു വലിയ വാണിംഗ് പോലെ ദൈവാത്മാവ് ഇടപെടുക. ഇന്ന് ഈ മാറ്റമുണ്ടാകുക. ഒരു വലിയ വാണിംഗ് പോലെ ദൈവാത്മാവ് കാണിക്കുക സഭയോട്, കേട്ടുകൊണ്ടിരിക്കുന്നവരോട്. ഇത് അന്ത്യനാളുകളാ. ഒരു വലിയ വാണിംഗ് പോലെ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഒരു നിരപ്പിന്റെ ജീവിതം ഉണ്ടാകുവാൻ, നിന്നെ വിളിച്ചവന് യോഗ്യമാകുന്ന രീതിയിൽ നടക്കുവാൻ. ഒരിടത്ത് മാത്രമല്ല മോശയ്ക്ക് വേണ്ടി ദൈവം ഇറങ്ങിയത്. അടുത്തൊരു കൂട്ടം വന്നു. ആര് പുരോഹിതനാകണമെന്ന് ചോദിച്ചു. ദൈവം അവിടെ ഒരു അത്ഭുതത്തെ കാണിച്ചു, ഒന്നുകൂടെ തെളിയിച്ചു. രണ്ടാമതും വന്നു. ഒരു കൂട്ടം വന്നിട്ട് ചോദിച്ചു, നീ മാത്രമേ ദൈവത്തെ കണ്ടിട്ടുള്ളൂ? നീ മാത്രമേ ദൈവ ശബ്ദം കേട്ടിട്ടുള്ളൂ? ഇന്ന് പലരുടെയും ചോദ്യം അതാ, നിനക്ക് മാത്രമേ ഉള്ളൂ ഇതൊക്കെ? ഹല്ലേലൂയ. അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് നിലവിളിച്ചവനായ മോശെ നിനക്കെതിരെ ചോദ്യവുമായി വന്നപ്പോൾ ദൈവം ഇറങ്ങി വന്നു. ഭൂമി പിളർന്ന് അവരെ വിഴുങ്ങി എന്നാ പറയുന്നത്. ഭൂമി പിളർന്ന് അവരെ വിഴുങ്ങി എന്ന വലിയ വാണിംഗ് തരിക, വലിയ വാണിംഗ് തരിക. ദൈവമക്കൾക്കെതിരെയുള്ള ആക്ഷേപം സോഷ്യൽ മീഡിയയിൽ അങ്ങനെയുള്ളതിനെ ലൈക്ക് ചെയ്യുന്നത്, നിന്നെ വിളിച്ചത് അവർക്ക് യോഗ്യമാകുന്ന രീതി നടക്കുവാനല്ല, ശത്രുവിനെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞ് യേശുവിന് യോഗ്യമായി നടക്കുവാനാണ്. അവർ ചെയ്യുന്നു. അപ്പൊ ഇവൻ പാസ്റ്റേഴ്സ് വരെ കയറി ചെയ്യുന്നില്ലയോ? ഇതൊക്കെ പാസ്റ്റേഴ്സ് വരെ തമ്മിൽ തല്ലുന്നില്ലയോ, ആക്ഷേപിക്കുന്നില്ലയോ? ചോദിക്കുന്നവരുണ്ട്. എന്നാൽ നിനക്ക് അവർക്ക് നേരെ വിരൽ ചൂണ്ടാൻ ദൈവം പറഞ്ഞിട്ടില്ല. നീ ദൈവത്തിന് യോഗ്യമാകുന്ന രീതിയിൽ നടക്കുവാൻ. യൂദയുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത വാണിംഗ് പോലെ ചിലരെ ദൈവാത്മാവ് ശക്തമായി വിരൽ ചൂണ്ടി പറയുക, ഇതൊരു വാണിംഗ് ആയി ഏറ്റെടുത്ത് ഇന്നൊരു മാനസാന്തരം ഉണ്ടാകുവാൻ. അറിയാമോ, യൂദയ്ക്ക് പല അവസരത്തെ യേശു കർത്താവ് കൊടുത്തു. തന്റെ കൂടെ അത്താഴത്തിൽ ഇരിക്കുമ്പോൾ പറഞ്ഞു, ഈ കൂട്ടത്തിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. യൂദേ, നിനക്കൊന്ന് മാനസാന്തരപ്പെടുവാൻ ഒരു അവസരമായിരുന്നു. രണ്ട് പറഞ്ഞു, എന്നോട് കൂടെ ഇതിൽ കരം മുക്കുന്നവൻ. പിന്നെ അവസരം കൊടുത്തു. മൂന്നാമത് യൂദ ചോദിച്ചു, അത് ഞാനാണോ കർത്താവ് എന്ന്? യേശു കർത്താവ് പറഞ്ഞു, അതെ, അത് നീ തന്നെ യൂദ എന്ന്. മത്തായിയുടെ സുവിശേഷം വേഗത്തിൽ 1-2 വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 26 അതിന്റെ 22 മുതൽ. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 22-ാം വാക്യം മുതൽ. അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു. ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തർ പറഞ്ഞു തുടങ്ങി. അവൻ ഉത്തരം പറഞ്ഞത്, എന്നോട് കൂടെ കൈത്താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. രണ്ടാമത്തെ അവസരം, തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു. സത്യം, മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് കൊള്ളാമായിരുന്നു. യേശു കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടോ. ഹല്ലേലൂയ. ആ കാണിച്ചു കൊടുക്കുന്നവന് അയ്യോ കഷ്ടം.
അവൻ ജനിക്കാതെ ഇരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നിട്ട് അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ അപ്പോൾ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദ, ഞാനോ റബ്ബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. അവസാനം യേശു കർത്താവ് ക്ലിയറായി പറഞ്ഞു, ആ മനുഷ്യൻ അയ്യോ കഷ്ടം, അവൻ ജനിക്കാതിരുന്നാ കൊള്ളായിരുന്നെന്ന്. എന്നിട്ടാ പറഞ്ഞ അല്ലെങ്കിൽ യൂദ അത് നീ തന്നെയാണ്. അത് കേട്ടിട്ടെങ്കിലും നിന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം. ആ രീതിയിൽ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ആ രീതിയിൽ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. തിരുവചനത്തിൽ അത് വ്യക്തമായി പറയുന്നു. അന്ത്യനാളിൽ എന്ത് സംഭവിക്കും? ഈ നിരപ്പിന്റെ ശുശ്രൂഷ എന്തിനെന്നുള്ളത് ഈ നിരപ്പിന്റെ ശുശ്രൂഷയുടെ ഇമ്പോർട്ടന്റ് അറിയാമോ? മലാക്കിയുടെ പുസ്തകം 4:6, 4:5 മലാക്കി 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. അന്ത്യനാളിൽ ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ ഒരുവനെ അയക്കും. എല്ലാവരും പറഞ്ഞ അന്ത്യനാളിൽ ഉണർന്ന് ഏലിയാവിന്റെ ആത്മാവിന്റെ ശുശ്രൂഷ എന്നാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ പറയുക, ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന്. എന്തിനെന്നാ? ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതെ ഇരിക്കേണ്ടതിന് അവൻ. എന്തിനാ ഏലിയാവിന്റെ ആത്മാവ് വരുന്നത്? എന്തിനാ ഈ അന്ത്യകാലിലെ ഏലിയാവിന്റെ ആത്മാവിന്റെ ശുശ്രൂഷ എന്നറിയാമോ? അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. എന്താ അന്ത്യനാളിലെ ശുശ്രൂഷ? നിരപ്പിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞറിയാമോ? അന്ത്യനാൾ ശുശ്രൂഷ യേശുവിന്റെ അടുത്ത വരവിന് മുമ്പ്, യേശുവിന്റെ മുമ്പ് ഏലിയാവിന്റെ വരവുണ്ട്. ഏലിയാവിന്റെ വരവ് ഏലിയാവിന്റെ ആത്മാവ്. ആ ശുശ്രൂഷ എന്ന് പറയുന്നത് അപ്പന്റെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോട് നിരപ്പിക്കുന്ന ശുശ്രൂഷ. അത് നിരപ്പുണ്ടാകണം. ഇല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ സംഹാര ശബ്ദം കൊണ്ട് താണ്ഡവമാടും. അത് സംഭവിക്കാതിരിക്കേണ്ടതിന് ഒരു നിരപ്പിന്റെ ശുശ്രൂഷ ഉണ്ടാകണം. എങ്ങനെ? മക്കൾ അപ്പനോട് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പന്റെ ഹൃദയം മക്കളോട് അങ്ങോട്ടും മക്കളുടെ ഹൃദയം ഇങ്ങോട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുപറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുകയും. എന്ന് വെച്ചാൽ വ്യത്യാസങ്ങൾ കൂടാതെ, പ്രായങ്ങൾ നോക്കാതെ, സ്ഥാനങ്ങൾ നോക്കാതെ, പ്രൈഡ് നോക്കാതെ, ഈഗോ നോക്കാതെ നീ ഒരു നിരപ്പിലേക്ക് വന്നാൽ അന്ത്യനാളിലെ ആ താണ്ഡവത്തിൽ നിന്ന് സംഹാര ശബ്ദത്തിന്റെ താണ്ഡവത്തിൽ നിന്ന് നീ രക്ഷ പ്രാപിക്കണമെങ്കിൽ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മക്കളെ നിങ്ങളുടെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, അത് ദൈവത്തിന് പ്രസാദമാണ്. എന്നിട്ട് അടുത്ത വാക്യം അതാരും പറയാറില്ല, അതും കൂടെ ശ്രദ്ധിക്കണം. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. എന്ന് വെച്ചാൽ അപ്പന്റെ ഹൃദയം ഇങ്ങോട്ടും മക്കളുടെ ഹൃദയം അങ്ങോട്ടും രണ്ട് രീതിയുണ്ട്. ആദ്യത്തെ എല്ലാം സംസാരിക്കത്തുള്ളൂ. നോ, യേശു കർത്താവിന്റെ ശുശ്രൂഷ അതല്ല. യേശു കർത്താവിനോട് യോഗ്യനായ ആരുമില്ല. അതെ, യേശു കർത്താവ് താണിറങ്ങി വന്നത്. പിതാവിനോട് സമത്വമുള്ളവൻ ആ പൊസിഷൻ വിട്ടിട്ടാ ഇറങ്ങി വന്നത് മക്കളുടെ ഇടയിലേക്ക്. എന്തിനാ? മക്കൾ നശിച്ചു പോകാതിരിക്കുവാൻ. തിരുവചനം പറയുന്ന അവർ അധൈര്യപ്പെടാതിരിക്കുവാൻ.
എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഓ, ഇന്ന് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഹല്ലേലൂയ അവനവൻ തീരുമാനിക്കുക. ഹല്ലേലൂയ. ഇത് ദൈവാത്മാവ് ഹല്ലേലൂയ ശക്തമായും ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഇടപെട്ടിരിക്കുകയാ. ഹല്ലേലൂയ എങ്ങനെ ഏത് രീതിയിലെന്ന് അവനവൻ ഹല്ലേലൂയ തീരുമാനിക്കുക. ഹല്ലേലൂയ എങ്ങനെ ഹല്ലേലൂയ ജീവിതം മുമ്പോട്ടെന്ന്. നിനക്ക് രോഗസൗഖ്യം ഉണ്ടാകണമെങ്കിൽ, നിന്റെ ഹല്ലേലൂയ മുടങ്ങിപ്പോയ ഇല്ലാതായി പോയ അനുഗ്രഹത്തെ മടക്കി കിട്ടണമെങ്കിൽ, നീ സകലത്തിലും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിന്റെ ജീവനെ ദൈവം വലുതായി എണ്ണണമെങ്കിൽ, നിനക്കെതിരെ ഹല്ലേലൂയ വരുന്നവരെ ദൈവം നേരിടണമെങ്കിൽ, നിന്റെ തലയെ ഹല്ലേലൂയ ആര് താഴ്ത്താൻ നോക്കി അവരുടെ മുമ്പിൽ നിന്റെ തലയെ ഉയർത്തണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഒരു നിരപ്പ്, നിന്റെ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ വേദന തന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമെങ്കിൽ, എത്ര പേർക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്? അധികം ആർക്കും ഹല്ലേലൂയ ഈ ദൂത് കേട്ടാൽ ഹല്ലേലൂയ അധികം പ്രാർത്ഥന വരത്തില്ല, അധികം ആർക്കും ഇത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് പലരും ഇതൊന്നും പറയാത്തതും പ്രസംഗിക്കാത്തതും. എല്ലാവർക്കും നന്മകൾ മതി, എല്ലാവർക്കും സൗഖ്യം മതി, എല്ലാവർക്കും അത്ഭുതം മതി, അത്ഭുതത്തിന്റെ ശുശ്രൂഷ മതി. ഹല്ലേലൂയ. എന്നാൽ തിരുവചനം പറയുന്നു, ദൈവത്തിന്റെ ഹല്ലേലൂയ ആ മഹാദിനത്തിൽ അവൻ വന്ന സംഹാര ശബ്ദം താണ്ഡവമാടുന്നതിന് മുൻപേ ഒരു നിരപ്പുണ്ടാകുക, ഒരു നിരപ്പുണ്ടാകുക. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ യേശു കർത്താവ് മുഖാന്തരം നമ്മുടെ പാപങ്ങളെ പിതാവിനോട് നിരപ്പാക്കിയിട്ട് അവൻ നിരപ്പിന്റെ ശുശ്രൂഷയെ ഞങ്ങൾക്ക് തന്നു. അവൻ നിരപ്പിന്റെ ശുശ്രൂഷയെ ഞങ്ങൾക്ക് തന്നു. യേശു കർത്താവിന്റെ ശുശ്രൂഷ നിരപ്പിന്റെ ശുശ്രൂഷ. ഒരിക്കലും ക്ഷമിക്കപ്പെടത്തില്ല എന്ന് പറഞ്ഞ മാനവകുലത്തിന് വേണ്ടി ഇടിവിൽ നിന്നവൻ, മാനവകുലത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ചവൻ, അവന് യോഗ്യമാകുന്ന രീതിയിൽ നടക്കുവാൻ ദൈവാത്മാവ് ബുദ്ധി പറഞ്ഞു തരിക, ദൈവാത്മാവ് ബുദ്ധി പറഞ്ഞു തരിക. ഏറ്റെടുക്കാൻ കഴിയുന്നവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ ദൈവത്തോട് നിലവിളിക്കുകയോ പ്രാർത്ഥിക്കുകയോ അന്യഭാഷയിൽ ആരാധിക്കുകയോ നിന്റെ ജീവിതം മാറാൻ പോകുക. നീ ദൂത് ഏറ്റെടുത്തെങ്കിൽ, അല്ലെങ്കിൽ നീ ദൈവാത്മാവ് പറഞ്ഞ രീതിയിൽ നീ മുമ്പോട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് ഈ സെക്കൻഡിൽ നിന്റെ ജീവിതത്തെ, നിന്റെ ശുശ്രൂഷയെ, നിന്റെ നന്മകളെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്റെ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്റെ പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്ന് ഞാനറിയുവാൻ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്ന് ഞാനറിയുവാൻ. എൻ മനം പുതുക്കി മാറിടുന്നു നിത്യം. എൻ മനം പുതുക്കി മാറിടുന്നു നിത്യം. നിത്യമാണെനിക്ക് ലോകലാവണ്യം. ഓ നിത്യമാണെനിക്ക് ലോകലാവണ്യം. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയ
ഇഷ്ടമൊന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് കാണിച്ച മാർഗത്തിൽ നടക്കുവാൻ, ദൈവാത്മാവ് നടത്തുന്ന അതേ മാർഗത്തിൽ നടക്കുവാൻ, മറ്റൊരാത്മാവിന്റെ അധീനതയിലല്ല, ദൈവാത്മാവിന്റെ അധീനതയിൽ ദൈവത്തിന് പ്രസാദകരമാകുന്ന ജീവിതം നയിക്കുവാൻ, അവന്റെ വിളിക്ക് യോഗ്യമാകുന്ന രീതിയിൽ നടക്കുവാൻ ഒരു നിരപ്പ് പ്രാപിച്ചവനായി ഞങ്ങളെ സഹായിക്കണം. ഇന്ന് അല്ലെങ്കിൽ കർത്താവെ, ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ഒരു മാനസാന്തരം വന്നവർക്ക്, പാപങ്ങളെ ഏറ്റുപറയാൻ തീരുമാനിച്ചവർക്ക്, കുറവുകളെ തമ്മിൽ ക്ഷമിക്കുവാൻ തീരുമാനിക്കുകയും ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തവരുടെ ജീവിതത്തെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവർ ഇന്ന് തന്നെ ഈ ദിവസങ്ങളിൽ അടുത്ത ആഴ്ച ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നതിന് മുമ്പേ കർത്താവെ ഈ ദൂത് ഏറ്റെടുത്ത ഇത് പ്രകാരം ജീവിക്കുവാൻ തീരുമാനിച്ചവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ, വലിയ സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ, വലിയ നന്മകൾ ഉണ്ടാകട്ടെ, വലിയ ശുശ്രൂഷകൾ ജ്വലിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരു കാര്യം വ്യക്തമായി അറിയുന്നു, ഞങ്ങളുടെ ദൈവമേ, നിന്റെ ആത്മാവ് സദാകാലവും ഞങ്ങളോട് വാദിച്ചു കൊണ്ടിരിക്കത്തില്ല. നിന്റെ ആത്മാവ് വാദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മാനസാന്തരപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ തന്നെ സറണ്ടർ ചെയ്യുന്നു. കർത്താവേ, ആത്മാവ് പറഞ്ഞ വചനത്തിനനുസരിച്ച് നീങ്ങുവാൻ, ആത്മാവ് പറഞ്ഞ ദൂരത്തിനനുസരിച്ച് നീങ്ങുവാൻ ഞങ്ങളെ സറണ്ടർ ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ക്യാരക്ടർ ഒന്ന് മാറ്റുവാൻ, ഞങ്ങളുടെ സ്വഭാവം ഒന്ന് മാറ്റുവാൻ, ഞങ്ങളുടെ പ്രാർത്ഥന ശൈലി ഒന്ന് മാറ്റുവാൻ, ഞങ്ങളുടെ ദേശത്തിന്റെ സ്വഭാവം ഒന്ന് മാറ്റുവാൻ, കർത്താവെ, തർക്കിക്കുന്ന തർക്കത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. എപ്പോഴും ദൈവാത്മാവ് വാദിക്കത്തില്ല, എപ്പോഴും അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കത്തില്ല. അവസരങ്ങളെ തക്ക സമയത്ത് ഉപയോഗിക്കുവാൻ ഓരോ വ്യക്തികളെയും, ഇത് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവേ, അങ്ങ് ഇപ്പോൾ തന്നെ അവർ ജീവിതത്തെ മാറ്റിയിരിക്കുകയാണ്. നന്ദി കർത്താവേ. വലിയ സാക്ഷികൾ ഈ ദിവസങ്ങളിൽ സകലരുടെ മേലും ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഞങ്ങളുടെ നല്ല പിതാവേ, നിങ്ങളുടെ വചനത്തെ ഓർത്ത് ഞങ്ങൾക്ക് ദൈവം കാണിച്ചു തന്ന മാതൃകയെ നടത്താൻ ഞങ്ങളെ ഇടയാകണം. ഞങ്ങളുടെ കുറവുകൾ നിരപ്പാകേണ്ടടുത്ത് നിരപ്പാകുവാൻ ദൈവത്തിന് മുഖവശമില്ല എന്ന് ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. ഒരു മുഖവശവും ഇല്ലാതെ വിലപ്പ് ചെറുപ്പം നോക്കാതെ ദൈവസന്നിധിയിൽ നിരപ്പാകേണ്ട നിരപ്പാകുവാൻ ദൈവം ഒരു കണ്ണുകൊണ്ട് കാണുന്നത് പോലെ കർത്താവേ, വേർതിരിവില്ലാതെ ദൈവസന്നിധിയിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ കൃപ വെളിപ്പെടുവാൻ, ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ നാളിൽ ദൈവത്തിന്റെ ഹൃദയത്തോട് ചേരുവാൻ, ദൈവത്തിന്റെ പ്ലാനിനോട് ചേരുവാൻ, ഹല്ലേലൂയ, എല്ലാവരെയും ഒരുപോലെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിയാക്കേണ്ട രീതികൾ ശരിയാക്കുവാൻ, ക്രമപ്പെടുത്തേണ്ടത് ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മുൻപേ ക്രമപ്പെടുത്തേണ്ടത് എവിടേക്കാണെന്ന്, ഞങ്ങൾ ഹല്ലേലൂയ നേരെയാക്കേണ്ടത് എവിടേക്കാണെന്ന് ഹല്ലേലൂയ സ്തോത്രം ഈ ദിവസങ്ങളിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കഴികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കണമേ. ഹല്ലേലൂയ സ്തോത്രം. ഏത് മേഖലയാണോ കഴിഞ്ഞേണ്ടത്, ഏത് മേഖലയാണോ ഞങ്ങൾ ശുദ്ധീകരിക്കേണ്ടത്, അങ്ങയുടെ രക്തത്തിന്റെ കൃപ, അങ്ങയുടെ രക്തത്തിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ സ്തോത്രം, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചത് ഞങ്ങളുടെ പാപത്തെ ഹല്ലേലൂയ കഴുകി കളയാനാണെങ്കിൽ അതേ രക്തം ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിന്മേൽ വെളിപ്പെടുന്നതായി സ്തോത്രം ചെയ്യും.
തൊട്ടാട്ട വിടുവിച്ചാട്ട ദൈവകൃപയും മറച്ചുകൊണ്ട് സകലരെയും ഒരിക്കൽ കൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട ഓരോ വ്യക്തികളും കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പോക്കൽ മരുവിലെല്ലാം ദൈവകൃപ വെളിപ്പെടണം, ദൈവ സാന്നിധ്യം നിന്റെ ചിറകിന്മാരിൽ അവരെ മറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും പ്രാർത്ഥന കേട്ട ദൈവത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസം കൂട്ടായ്മയും നാം എല്ലാവരോടും നാം പ്രാർത്ഥിച്ച വിഷയത്തോട് ഇന്ന് കേട്ട വചനത്തോട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. സന്തോഷത്തോടെ കടന്നു പോയാട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി